ഗുഡ് മോർണിംഗ്. നമ്മൾ ഓൾറെഡി നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസിലുള്ള നമ്പർ സീരീസും ആൽഫബറ്റിക്കൽ സീരീസ് എന്നും പറഞ്ഞിട്ട് രണ്ട് ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ രണ്ടെണ്ണത്തിലും കൂടിയിട്ട് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ഡീൽ ചെയ്തു. എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രോസസ്സുകളാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ നമ്പർ സീരീസിൽ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് ആ സീരീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരിക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണ്, സ്ക്വയറുകൾ, ക്യൂബുകൾ ഒക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ പ്രൈം നമ്പേഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതൊക്കെ അറിഞ്ഞു വെച്ചാൽ തന്നെ നമുക്ക് നമ്പർ സീരീസ് കുറച്ച് വേഗത്തിൽ ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ ആൽഫബറ്റിക്കൽ സീരീസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്, ഓരോ ലെറ്റേഴ്സിന്റെയും പൊസിഷൻ വാല്യൂസ്, നമ്മളിപ്പോൾ എക്ക് 1 ബിക്ക് 2 എന്ന് പറയുന്ന ആ പൊസിഷൻ വാല്യൂസ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ എന്താണ് ഓപ്പോസിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ് കോംബോ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എന്താണ് ആൽഫബറ്റിക്കൽ സീരീസും എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ തേർഡ് ക്ലാസ് ആണ്. ഇതോടുകൂടി നമ്മൾ നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ് എന്ന് പറയുന്ന ക്ലാസ് ഫിനിഷ് ചെയ്യാണ്. ഇതിൽ നമ്മൾ ഈ രണ്ട് ക്ലാസ്സിലും കൂടി പഠിച്ചതിന്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മൾ ചെയ്ത് നോക്കുകയാണ്. ഈ ക്ലാസ്സിലോടുകൂടി നമ്മൾ ഈ സെക്ഷൻ തീരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താണ് കൂടുതൽ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട് ക്ലാസ്സിലും കൂടി പഠിച്ച സാധനങ്ങൾ നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ നമ്പർ സീരീസും ആൽഫബറ്റിക്കൽ സീരീസും മിക്സ് ആയിട്ട് വരുന്നുണ്ട്. രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണിത്. 7, 21, 63, 189, 567 ആൻഡ് അതിന്റെ അടുത്ത നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ബാക്കിയുള്ള രണ്ട് ക്ലാസ്സിലും നമ്മൾ ക്വസ്റ്റ്യൻസ് പറയുന്നു അപ്പൊ തന്നെ ആൻസർ പറയുന്നു എന്നുള്ള രീതിയായിരുന്നു. ഇതിൽ നിങ്ങൾ കുറച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10 സെക്കൻഡ് ടൈം നമ്മൾ അധികം തരുന്നുള്ളൂ, വേറെ അല്ലാണ്ട് അധികം തരുന്നില്ല. ഒരു 10 സെക്കൻഡ് നേരം കൊണ്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ആൻസറിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കുകയാണ്. നമ്മൾ എങ്ങനെയാണ് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ 7ഉം 21ഉം തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എടുത്ത് നോക്കുന്നു. എത്ര വരുന്നുണ്ട് നമുക്ക്? 14ന്റെ ഡിഫറൻസ് വരുന്നില്ലേ? ഓക്കെ, 14ന്റെ ഡിഫറൻസ്. ഈ 14ന്റെ ഡിഫറൻസ് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ 7ന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ 21 എന്ന് പറയുന്നത്. എന്താണ് 7ന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടും? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് 21 എന്ന് കിട്ടും. അപ്പൊ എന്താണ് 7ന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ കൂടിയാണ് ഇത് 21 എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് അതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. നമ്മൾ ഡിഫറൻസ് എടുത്തിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. 7, 21 തമ്മിൽ എന്താണ് 14ന്റെ വ്യത്യാസമുണ്ട്. 21ഉം 63ഉം തമ്മിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്? 42ന്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു ഡിഫറൻസ് എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ എന്താണ് 63ഉം 189ഉം തമ്മിൽ എന്താണ്, ഇപ്പൊ നമ്മൾ കോൺസെപ്റ്റ് വൈസിൽ നമ്മൾ എന്താണ് അഡിഷൻ മാത്രമാണ് വരുന്നതെങ്കിൽ എല്ലാ നമ്പേഴ്സും സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കണം. അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് പോവുക. അപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ കുറച്ച് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇതെന്താണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് ഇവിടെ തന്നെ മനസ്സിലാവും. കാരണം നോക്കി നോക്കും, നമ്പറുകൾ വലിയ വലിയ ഡിഫറൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് അഡീഷനോ സബ്സ്ട്രാക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല, എന്തായാലും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് വരിക എന്നുള്ളത് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ജസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് നോക്കാം. അപ്പൊ നമ്മൾ 7ഉം 21 എന്ന് പറഞ്ഞാൽ എന്താണ്, 7ന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് 21 എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 21 എന്ന് കിട്ടും അല്ലെ? ഇനി അടുത്തത് വരുന്നതാണ് ഏത്? 63. 21നെ എന്താണ് 3 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താണ് 63 എന്ന് പറഞ്ഞ സംഖ്യ കിട്ടും. അടുത്തെന്താണ്, അപ്പൊ 63നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 189 വരുന്നുണ്ടോ നോക്കി നോക്കൂ. ശരിയല്ലേ? 60 × 3 180, 3 × 3 9. അപ്പൊ എന്താണ് 189 എന്താണ് മൾട്ടിപ്ലൈ ബൈ 3 തന്നെയാണ് ഇത് 189 എന്ന് പറയുന്നത്. അപ്പൊ എന്താ നമുക്കൊരു സീരീസ് കിട്ടി. ഇവിടുത്തെ സീരീസ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ബൈ 3 ആണ്. പ്രീവിയസ് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ എന്താണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള അപ്പോ നമുക്ക് ഫൈനൽ ആൻസർ വരേണ്ടത് എന്തായിരിക്കും? 567നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സംഖ്യയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിറ്റ് ഡിജിറ്റ്സിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ഓപ്ഷൻസുകൾ എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ 567നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത എങ്ങനെയായാലും ലാസ്റ്റ് ടേം എന്താണ്? 1 വരുള്ളൂ. അതായത് യൂണിറ്റ് ഡിജിറ്റ് നമ്പർ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ ബി, ഓപ്ഷൻ സി എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഒന്നെങ്കിൽ 1701 അല്ലെങ്കിൽ 1781 വന്ന് അത്രേ നമുക്ക് ആൻസർ വരുള്ളൂ എന്ന് മനസ്സിലാവും.
ഓക്കെ. ഇത് പക്ഷെ ഇപ്പൊ നമുക്ക് ഇതിലിവിടെ ഈ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഓപ്ഷനും കൂടി ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഒറ്റയടിക്കാൻ ആൻസർക്ക് എത്തായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ അത് നടക്കുന്നില്ല. ബട്ട് എങ്കിൽ കൂടിയും നമുക്ക് എന്താണ് രണ്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചു ഇതിൽ നിന്ന്. അപ്പോ നോക്കി നോക്കാം. 567നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും നമുക്ക് 1701 വരിക. ഓക്കെ, ജസ്റ്റ് നോക്കി നോക്കി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എളുപ്പത്തിലാക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. 567നെ നമുക്ക് എന്താണ് 500 പ്ലസ് 60 പ്ലസ് 7 എന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് 567നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്താണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നുക പെട്ടെന്ന്. ഇപ്പൊ ഒരു സംഖ്യ ഇങ്ങനെ ചെറിയൊരു സംഖ്യ ആയതുകൊണ്ട് നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, വലിയ കുഴപ്പമില്ല. ബട്ട് ഞാൻ പറയുന്ന കോൺസെപ്റ്റ് എന്താ വെച്ചാൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ 500 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് 1500 ആണെന്ന് ഒറ്റയടിക്ക് അറിയാം അല്ലെ? അതുപോലെ എന്താണ് 3 ഇൻറ്റു 60 എന്ന് പറഞ്ഞാൽ എത്രയാണ് 150 ആണെന്ന് അറിയാം. അതുപോലെ 3 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്രയാണ് 21. ഇതൊക്കെ ചെറിയ ചെറിയ മൾട്ടിപ്ലിക്കേഷൻസ് അല്ലേ, നമുക്ക് മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ 567 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കേണ്ടാവില്ല. പക്ഷേ 500 പ്ലസ് 60 പ്ലസ് 7 എന്നുള്ള ഒരു രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് 567ന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്താണ് 1500 വരും. 500 ഇൻറ്റു 3 60 ഇൻറ്റു 3 150, 7 ഇൻറ്റു 3 21. അപ്പൊ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും 1701 എന്ന് വരും. അതന്നെയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. എ ഓപ്ഷൻ ആണ് നമ്മുടെ എന്ത് ആൻസർ എന്ന് പറയുന്നത് ഈ സീരീസിൽ. ഈ സീരീസ് എന്ന് പറയുന്നത് ഇൻറ്റു 3 വെച്ച് ബേസ് ചെയ്തിട്ടാണ് നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് 1701. എ ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത് 482, 239, 158, 131, 122 എന്ന് പറയുന്ന സീരീസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് എന്താണ് നമുക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടും. ഇത് നോക്കി നോക്കുക, ഇതൊക്കെ എന്താണ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഓക്കെ, ഒന്നെങ്കിൽ അപ്പൊ എന്താണ് ഡിവിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് സോറി ഡിവിഷൻ ബൈ 3 എന്ന് എഴുതി, അത് വേണ്ട. ഒന്നെങ്കിൽ ഡിവിഷൻ ആയിരിക്കും, ഒന്നെങ്കിൽ ഡിവിഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ആയിരിക്കും എന്തായാലും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ ആ ഒരു കാര്യം ഇതിൽ ഓർത്ത് വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണ്, നമ്മൾ സീരീസിന്റെ തന്നെ എപ്പോഴും ഫ്രണ്ട് ഭാഗത്തു നിന്ന് തന്നെ വരണം എന്ന് നിർബന്ധമില്ല. ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് നോക്കാം. ആ ഒരു കോൺസെപ്റ്റ് കിട്ടുക എന്നുള്ളതാണ്, നമ്മൾ ഏത് സീരീസിന്റെയും കോൺസെപ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനം. അത് ഫ്രണ്ടിൽ നിന്ന് തന്നെ വരണം എന്ന് ഒരു നിർബന്ധമല്ല, നമുക്ക് ബാക്ക് നിന്ന് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കാൽക്കുലേറ്റ് ഉള്ള പോലെ തോന്നില്ല. പക്ഷെ അതേസമയം ബാക്ക് നിന്ന് നോക്കി നോക്കുക, നമുക്ക് അടുത്തടുത്ത സംഖ്യകളാണ് വരുന്നത്. 122, 131, 158 എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി അടുത്തടുത്തുള്ള സംഖ്യകളാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ട് മാറും അവിടുന്ന്. അപ്പൊ നമുക്ക് എന്താണ് അവിടുന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ 122ഉം 131 തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 9ന്റെ വ്യത്യാസമുണ്ട്. അതായത് ഇവിടുന്ന് 131 122ക്ക് വരുമ്പോൾ -9 ആണെങ്കിലും 122 131 നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് ഇപ്പോൾ സീരീസ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ 122 139 എന്താണ് 9ന്റെ അഡിഷൻ ആണ് നടന്നിരിക്കുന്നത് അല്ലെ? ഈ 131 158 എത്രയും അഡിഷൻ നടന്നിട്ടുണ്ട്? 27ന്റെ അഡിഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, അത് തന്നെ നമുക്ക് ഏകദേശം ഒരു കോൺസെപ്റ്റ് ഇപ്പൊ തന്നെ നമുക്ക് എന്താണ് ഏകദേശം ഒരു കോൺസെപ്റ്റ്. 9 എന്ന് പറയുന്നത് എന്താണ്? 3 സ്ക്വയർ ആണ്. 27 എന്ന് പറയുന്നത് എന്താണ്? 3 ക്യൂബ് ആണ് അല്ലെ? 3 ക്യൂബ് ആണ് 27, 3 സ്ക്വയർ ആണ് 9, 3 ക്യൂബ് എന്താണ് 27 വരുന്നുണ്ട്. അപ്പോൾ അടുത്ത സംഖ്യ ഏതാണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അടുത്ത സംഖ്യ ഏതാണ് വരിക? 3/4 ആണോ എന്ന് നോക്കിയാൽ മതി അല്ലെ? 3/4 ആണോ നോക്കി. അപ്പൊ 131 131 158 നമ്മൾ നോക്കി. 158ഉം 239 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് വരുന്നത്? 81 വരുന്നില്ലേ? 81 അതിനല്ലേ 3/4 എന്ന് പറയണം. അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് മനസ്സിലായി? നമുക്ക് ഇതിന്ന് അതായത് നമുക്ക് എന്താണ് ഇവിടെ നിന്ന് ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് നമ്മുടെ സീരീസ് പോകുമ്പോൾ നമുക്ക് വരുന്നത് എന്താണ്? ആദ്യം 9 ആഡ് ചെയ്യുന്നു, പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് പറയുന്നത്. 9 ആഡ് ചെയ്യുന്നുണ്ട്, 27 ആഡ് ചെയ്യുന്നുണ്ട്, 81 ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് പോകുന്നത്. അതായത് ഇതെന്താണ് 3/4 ആണ്, 3/3 ആണ്, 3 സ്ക്വയർ ആണ്. അതായത് 3ന്റെ പവറുകൾ കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയിലാണ് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വരേണ്ടത്. അതായത് ഇവിടെ നിന്ന് ഡിവൈഡ് ചെയ്യാണ് എത്രയും കൊണ്ട് 3/5 കൊണ്ട് ഡിവൈഡ് ചെയ്തു ആദ്യം. അതിനുശേഷം 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3/3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 സ്ക്വയറും കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 സ്ക്വയറും കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇനി അടുത്തത് എന്ത് വരണം? അടുത്തത് എന്ത് വരണം? 3 കൊണ്ടുള്ള ഡിവിഷൻ ആണ് വരേണ്ടത് അല്ലെ? സോറി,
സൗണ്ടിന്റെ കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ എന്താണ് 3 കൊണ്ട് വരണം. സോറി, ഡിവിഷൻ അല്ല, സബ്സ്ട്രാക്ഷൻ ആണ് ചെയ്യുന്നത്. സോറി, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഡിവിഷൻ അല്ല, സബ്സ്ട്രാക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ 9 കുറയ്ക്കല്ലേ ചെയ്തത്, ഇവിടുന്ന് 27 കുറയ്ക്കുകയാണ് ചെയ്തത്. സബ്സ്ട്രാക്ഷൻ ആണ്, ഡിവിഷൻ അല്ല. ഒന്ന് ശ്രദ്ധിക്കുക, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അതായത് 3/5 കുറയ്ക്കുന്നു, 482 3/5 കുറയ്ക്കുന്നു. അടുത്ത 3/4ന്റെ വാല്യൂ കുറയ്ക്കുന്നു, 3/3ന്റെ വാല്യൂ കുറയ്ക്കുന്നു, 3/2ന്റെ വാല്യൂ കുറയ്ക്കുന്നു. അടുത്തത് എന്താണ് 3/1. 3/1 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 തന്നെയാണ്. 3 കുറയ്ക്കണം. 122 3 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 122 3 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 119 അല്ലെ? 119 എന്നുള്ള വാല്യൂ കിട്ടും നമുക്ക് ഇതിന്. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ എന്താണ്? സബ്സ്ട്രാക്ഷൻ ആണ് വരുന്നത്. നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ കണ്ടത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. സെക്കൻഡത്തെ ക്വസ്റ്റ്യനിൽ കണ്ടത് എന്താണ്? സബ്സ്ട്രാക്ഷൻ ആണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡിഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ സ്പീഡ് എത്ര കണ്ട് സ്പീഡ് ആവുന്നോ അത്ര കണ്ട് നമുക്ക് വേഗത്തിൽ ഉത്തരം കിട്ടും. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് പറഞ്ഞത്. ഇത് എന്താ ലാസ്റ്റ് ക്ലാസ്സും കൂടിയാണെന്നുള്ള നിലയ്ക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് എല്ലാം പറയുന്നത്. അത് കാര്യമാക്കണ്ട. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഉത്തരം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇത് ഞാൻ എടുക്കുന്ന സമയത്തിന്റെ 1/3 സമയം പോലും ശരിക്കും നിങ്ങൾ ഇപ്പൊ എടുക്കാൻ പാടില്ല. കാരണം ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്ന സമയമാണ്. അതൊരിക്കലും അങ്ങനെ വരാൻ പാടില്ല. പെട്ടെന്ന് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ആണത്. 8, 9, 5, 16, 27, 25, 32, 81, 125. പിന്നെന്താണ്? ഒരു നമ്പർ കണ്ടുപിടിക്കാനുണ്ട്. പിന്നെ 241 വീണ്ടും നമ്പർ കണ്ടുപിടിക്കണം. അതായത് ഇത് നമുക്ക് 2 ആൻസർ വരണം. നമ്മുടെ ഓപ്ഷൻസിലും അങ്ങനെയാണ്, 2 ആൻസറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഡിസ്കഷനിലേക്ക് പോവാം. ഇവിടെ സീരീസ് എങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 8, 9, 5 ആ ഫസ്റ്റത്തെ 3 നമ്പേഴ്സ് എടുത്ത് നോക്കൂ നിങ്ങൾ. 8, 9, 5 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കോമൺ ഫാക്ടർ ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം എന്താണ്? 8 9 എന്താണ്? +1 ആണ് കൂട്ടിയിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? 9 5 -4 ചെയ്തിരിക്കുന്നു. പിന്നെ എന്താണ്? 5 16 എത്തിയപ്പോൾ എന്ത് ചെയ്തു? 9 കൂട്ടി. ഇത് തമ്മിൽ എന്താണ്? നമുക്ക് എന്തെങ്കിലും ഒരു സീരീസ് കാണാൻ കഴിയുമോ ഇവിടെ? ഇല്ല, ഒരു സീരീസ് നമുക്ക് ഇന്ന് കാണാൻ കഴിയില്ല. അപ്പൊ ഇതെന്താണ്? ഞാൻ മുമ്പ് നമ്മൾ ആൽഫബറ്റിക്കൽ സീരീസ് ഡീൽ ചെയ്തപ്പോൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ എന്താണ് ആദ്യത്തെ ഒരു സെക്ഷനെ എന്താണ് ആദ്യത്തെ ഒരു 3 ലെറ്ററിനെ നമ്മളൊരു സെക്ഷൻ ആയിട്ട് മാറ്റും. ആദ്യത്തെ 3 ലെറ്ററുകൾ. പിന്നെ അടുത്തുള്ള ഒരു 3 സെക്ഷൻ നമ്മൾ അടുത്ത സെക്ഷൻ ആയിട്ട് മാറ്റും. അടുത്ത 3 ലെറ്ററിനെ നമ്മളൊരു സെക്ഷൻ ആയിട്ട് മാറ്റും. അങ്ങനെ സെക്ഷൻസ് ഡിവൈഡ് ചെയ്തിട്ടുള്ള സീരീസുകളും വരാം. അങ്ങനത്തെ ഒരു സീരീസ് ആണ് ഇത്. അപ്പൊ ഇതില് നമ്മൾ 8, 9, 5 ഒരു സെക്ഷൻ ആയിട്ട് മാറ്റുന്നു. 16, 27, 25 അടുത്ത സെക്ഷൻ ആയിട്ട് മാറ്റുന്നു. 32, 81, 125 ഒരു സെക്ഷൻ ആയിട്ട് മാറ്റുന്നു. ലാസ്റ്റത്തെ 3 ഒരു സെക്ഷൻ ആയിട്ട് മാറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ സെക്ഷൻസ് തമ്മിൽ ഉള്ള ലെറ്റേഴ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേക്കാം. ഇപ്പോ എല്ലാ സെക്ഷൻസെയും ഫസ്റ്റ് നമ്പർ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. 8, 16 എന്താണ്? ഇൻറ്റു 2 ചെയ്തു. 16, 32 എന്ത് ചെയ്തു? ഇൻറ്റു 2 ചെയ്തു. അപ്പൊ എന്താണ്? 32നെ മൾട്ടിപ്ലൈ ചെയ്ത ഒരു ആൻസർ ആയിരിക്കും ഇവിടെ വരേണ്ടത്. 32നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരണം? 64 വരണം. 64 ഓപ്ഷനിൽ. പിന്നെ ഇതാണ്, ഇതിൽ നിന്ന് തന്നെ ഓപ്ഷനിൽ തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്ന ആൻസർ എത്രയാണ്? 64 നമുക്ക് മനസ്സിലായി. ഇതിലെല്ലാത്തിലും 64 ഉണ്ട്. പക്ഷെ ഇത് അപ്പൊ എന്താണ്? ഇത് ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വരേണ്ട നമ്പർ ഈ ഓർഡറിൽ തന്നെ വരണ്ടേ? അപ്പൊ എന്താണ്? ഈ 2 ഓപ്ഷനും നമുക്ക് ഇവിടെ തന്നെ എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താണ്? രണ്ടിടത്തിലും 64 വരുന്നത് രണ്ടാമത്തെ നമ്പർ ആയിട്ടാണ് വരുന്നത്. പക്ഷെ നമുക്ക് എന്താണ്? ആദ്യത്തെ നമ്പറാണ് 64 കിട്ടിയത്. അപ്പൊ എന്താണ്? ഒന്നെങ്കിൽ സി ഓപ്ഷനോ അല്ലെങ്കിൽ ഡി ഓപ്ഷനെ ഇതിൽ വരുള്ളൂ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എ ഓപ്ഷനും ബി ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇനി അടുത്ത നമ്മൾ സെക്ഷൻസ് പറഞ്ഞു. സെക്ഷൻസ് വെച്ചിട്ട് തന്നെയാണ് അടുത്ത് ചെയ്യുന്നത്. 9, 27 ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇൻറ്റു 3 ചെയ്യണം. 27നെ 81 ആവാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 3 ചെയ്യണം. നമ്മൾ നേരത്തെ ഇതിൽ തന്നെ നോക്കി നോക്കൂ. നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പത്തെ സീരീസിലും ഇതേ സെയിം കാര്യം തന്നെയാണ് കണ്ടത്. 3ന്റെ പവർ ആയിട്ടുള്ളത് നോക്കി നോക്കുക. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. 81 എന്ത് ചെയ്തു? 243 ചെയ്തു അല്ലെ? ഇൻറ്റു 3 കറക്റ്റ് അല്ലേ? അപ്പൊ ഇൻറ്റു 3 ആണ് ഇതിന്റെ എല്ലാ സീരീസുകളും വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഇതിന്റെ ലാസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ലാസ്റ്റ് ലെറ്റർ ആണ്. ഏതാണ് ലാസ്റ്റ് ലെറ്ററുകൾ? ഐ മീൻ ലാസ്റ്റ് നമ്പേഴ്സ്. ഓരോ സീരീസിൽ സെക്ഷൻസിൽ ലാസ്റ്റ് നമ്പേഴ്സ്. 5, 25 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു.
25 125 ആവാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 125ന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ അല്ലേ നമുക്ക് വേണ്ടത്. 125ന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? 625. ഇതിൽ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് എ ഓപ്ഷനോ ബി ഓപ്ഷനോ ഇതിൽ വരില്ല എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ സി അല്ലെങ്കിൽ ഡി ആണ് ഉണ്ടാവുക പറഞ്ഞു. ഇതിൽ തന്നെ നിങ്ങൾ നോക്കി നോക്കും, 125ന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായാലും 375 ഒന്നും അല്ലല്ലോ വരിക. അതും തന്നെ കിട്ടില്ലേ നമുക്ക് ആൻസർ ഏതാണ്? 625. നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കണം. 625 എന്താണ്? 25 സ്ക്വയർ ഒക്കെയാണ് 625. നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ കൂടിയും പറയാണ്, പെട്ടെന്ന് അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഈ 375 എന്നുള്ള ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ശരിക്കുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള 64 625 വരാം. അപ്പോൾ അത് ഒരു വട്ടം കൂടി പറയുകയാണ്, ഇതിന്റെ ആൻസറുകൾ എങ്ങനെയാണ് നമ്മൾ 3 സെക്ഷൻസ്, എല്ലാ 3 നമ്പേഴ്സ് ഉള്ള സെക്ഷൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇതിൽ ആൻസർ കണ്ടുപിടിക്കുന്നത്. ആദ്യത്തെ നമ്പേഴ്സിന് എന്താണ്? × 2 ആണ് ചെയ്യുന്നത്. സെക്കൻഡ് നമ്പേഴ്സിന് എന്താണ് ചെയ്യുന്നത്? × 3 ആണ് ചെയ്യുന്നത്. തേർഡ് നമ്പേഴ്സിന് എന്താണ് ചെയ്യുന്നത്? × 5 ആണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ബേസിസിനെ വെച്ചിട്ടാണ് നമുക്ക് എന്താണ് ആൻസർ 64 625 എന്ന് കിട്ടിയത്. ഇതിൽ തന്നെ നമ്മൾ ഫസ്റ്റത്തെ ഇവിടെ നിന്ന് 32 × 2 ചെയ്തിട്ട് 64 കിട്ടിയപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഈ രണ്ട് ഓപ്ഷൻസിനെയും എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത എന്താണ്? നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. 10 20 23 ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് 97 582. ഓക്കെ, ഇതിന് ഒരു 10 സെക്കൻഡ് ഉണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കോൺസെപ്റ്റ് ഇപ്പൊ ഞാൻ ഉത്തരം നിങ്ങൾക്ക് ഡയറക്റ്റ് ഉത്തരം കിട്ടണമെന്ന് ഞാൻ പറയില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് അതിന്റെ കോൺസെപ്റ്റ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഡിവിഷൻ ആണോ, സബ്സ്ട്രാക്ഷൻ ആണോ, പ്രൈം നമ്പേഴ്സിന്റെ ഇതാണോ, ആ ഒരു കോൺസെപ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 10-15 സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയണം. ആ ഒരു കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അത് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് എല്ലാ സീരീസുകളും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത സീരീസിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടായിരിക്കണം. അപ്പൊ നോക്കി നോക്കും, ജസ്റ്റ് കോമൺ ആയിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടുത്തെ എന്താണ്? ഇവിടെ 10 20 അപ്പൊ എന്തായാലും ഒന്നെങ്കിൽ +10 ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? ഫസ്റ്റത്തെ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഈ രണ്ട് കോൺസെപ്റ്റ് ആണ് ഇത് 10 നിന്ന് 20ലേക്ക് ആവാൻ നമുക്ക് വരുന്നത്. ഇനി അടുത്ത എന്താണ്? 20 നിന്ന് 23ക്ക് ആവാൻ അത് എന്തായാലും +3 മാത്രമേ ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉള്ളൂ. വേറൊരു ഇതുമില്ല. 20നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 23 കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താണ്? +3 ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ എന്താണ്? നടുവിൽ ഒരു നമ്പറാണ് മിസ് ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ലാസ്റ്റത്തെ നമ്പർ ഒക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു സീരീസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ നമുക്ക് ഒരു സീരീസ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. കാരണം ഇടയിലുള്ള നമ്പറാണ് മിസ് ചെയ്തിരിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് എന്താണ് ഈ ഓപ്ഷൻസ്, ഈ ചെയ്ത രണ്ട് പ്രോസസ്സുകൾ ഉണ്ടല്ലോ, ഒന്നെങ്കിൽ 10 ആഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ × 2 ചെയ്ത് നോക്കാം. അതിലേതെങ്കിലും ഒന്ന് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോ 10 ആഡ് ചെയ്ത് നമുക്ക് എന്ത് വരും? 33 വരും. പക്ഷെ 33 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഇതില് × ചെയ്താൽ നമുക്ക് എന്ത് വരും? 46 വരും. അപ്പൊ 46 എന്ന് പറഞ്ഞ ഓപ്ഷനും ഇതിലില്ല. അപ്പൊ എന്താണ്? ഇത് രണ്ടും ഇങ്ങനെ വരുന്നില്ല. അപ്പൊ ഇനി വേറെ എന്താണ് ഓപ്ഷൻ? പിന്നെ ഇവിടെ നോക്കി, അപ്പൊ വേറെ എന്താണ് ഓപ്ഷൻ? അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ വേറൊരു കാര്യം, ഇതിൽ നിങ്ങൾ മിസ് ചെയ്ത് പോയൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ നോക്കി നോക്ക്, × 2 10 എന്നുള്ള ഈ +10 എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ എലിമിനേറ്റ് ചെയ്യൂ. ഒരു വട്ടം കൂടി എഴുതി തരാം. ഒന്നെങ്കിൽ 10നെ നമ്മൾ എന്താണ് ആദ്യം × 2 ചെയ്തു അല്ലെ, പിന്നെ എന്ത് ചെയ്തു? 20 നിന്ന് 23ക്ക് ആവാൻ വേണ്ടിയിട്ട് +3 ചെയ്തു. അപ്പൊ എന്താണ്? 2 3 ആ ഒരു കോൺസെപ്റ്റ് ആലോചിക്കുക. അപ്പൊ 2 3 അപ്പൊ അടുത്ത എന്താണ്? 4ന്റെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, 4ഉം കൊണ്ടുള്ള ഏതെങ്കിലും ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ആൻസർ കിട്ടിയാൽ, അപ്പൊ 23 × 4 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. 23 × 4 വന്ന് നമുക്ക് എന്ത് വരും? 92 എന്ന് പറഞ്ഞൊരു ആൻസർ വരുന്നുണ്ട് അല്ലെ. 23 × 4 ചെയ്ത് കഴിഞ്ഞാൽ 92 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഉറപ്പിക്കാനായിട്ടില്ല. ജസ്റ്റ് നമ്മൾ എന്താ ആ ഒരു പ്രോസസ്സ് ഇട്ട് നോക്കിയപ്പോൾ നമ്മൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ +3 ചെയ്തു. അപ്പൊ അടുത്തത് 4 കൊണ്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കാം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 92 എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആ 92 അപ്പൊ അടുത്തത് എന്ത് വരണം? ഇപ്പൊ 4 കൊണ്ട് ചെയ്താൽ അടുത്തത് എന്താണ്? +5 ആണ് വരേണ്ടത് അല്ലെ. +5 വരണം. ആ +5 ചെയ്തിട്ടാണോ 97 വന്നത് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്ക് അല്ലെ. 92 കൂടെ 5 കൂട്ടിയാലല്ലേ 97 വരുന്നത്. അപ്പൊ അത് ശരിയായി. അപ്പൊ ഇനി അത് ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം? അടുത്തത് 97നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ആണോ 582 എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, 97നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ആണോ 582? അതെ, 582 തന്നെയാണ്. 97നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 582 എന്ന് കിട്ടും. ഇത് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. യൂണിറ്റ് ഡിജിറ്റ് വെച്ചിട്ട് 7 6 എന്താണ്? 2 ആണ്. അപ്പൊ ഇത് തന്നെ ഏകദേശം നമുക്ക് ഉറപ്പാവും. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ 97 എന്ന് പറയുന്നത് എന്താണ്? 100ന്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ അല്ലേ. അപ്പൊ 100നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 600 കിട്ടും. 600
എന്ത് ചെയ്താൽ മതി? 6 ഇൻറ്റു ഇവിടെ എത്ര വ്യത്യാസമാണ്? 3ന്റെ കുറവാണുള്ളത്. അപ്പൊ -3. അപ്പൊ 18 കുറച്ച് 600 18 കുറച്ചാൽ നമുക്ക് എന്താണ് 582 എന്ന് പറയുന്നതിന് കിട്ടുക. ഇതൊക്കെ കാൽക്കുലേഷനിൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോരോ ട്രിക്കുകളാണ്. നിങ്ങൾ അതന്നെ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ആദ്യം എന്ത് ചെയ്തു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? +3 ആഡ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? വീണ്ടും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. +5 ആഡ് ചെയ്തു. 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി അടുത്തത് വരുന്നത് എന്തായിരിക്കും? അപ്പോ +7 ആയിരിക്കും. അങ്ങനെയാണ് ഈ സീരീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ശരിക്കുള്ള ആൻസർ എന്താണ്? 92. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ശരിക്കുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഓ സോറി, ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. PDF എഡിറ്റ് ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്ക് ആണ്. ഈ 18 ഇവിടെ ഇല്ല കേട്ടോ. ഈ 18 ഇല്ല. 78 മുതലാണ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 18 ഇല്ല. 78 മുതലാണ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 78, 90, 104, 120 അതാണ് സീരീസ്. 18 ഇല്ല. 18 PDF എവിടെയോ എഡിറ്റ് ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്ക് ആണ്. അപ്പൊ ഇത് നോക്കുക. ഈ സീരീസ് എളുപ്പത്തിലുള്ള സീരീസ് ആയിരിക്കും. അത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താണ് ഒരു ചെറിയൊരു സംഖ്യ കൂടി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതപ്പോ എന്താണ് അഡിഷൻ സീരീസ് ആണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 78ഉം 90ഉം തമ്മിൽ എത്രന്റെ വ്യത്യാസമുണ്ട്? 12ന്റെ വ്യത്യാസമുണ്ട്. 90ഉം 104ഉം തമ്മിൽ എത്രന്റെ വ്യത്യാസമുണ്ട്? 14ന്റെ വ്യത്യാസമുണ്ട്. 104 120 തമ്മിൽ എത്രന്റെ വ്യത്യാസമുണ്ട്? 16ന്റെ വ്യത്യാസം. അപ്പൊ ഇതന്നെ നമുക്ക് സീരീസ് കിട്ടിയില്ലേ? 12, 14, 16. അപ്പൊ അടുത്തത് എന്തായിരിക്കും? 18 ആയിരിക്കും. 18 സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 120 കൂടെ 18 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വരിക? 138. ഓപ്ഷൻ ബി ആണ് വരിക. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ആൻസർ ഏതാണ്? 138 ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 18 എന്ന് പറയുന്ന നമ്പർ ഇല്ല കേട്ടോ. അത് PDF എഡിറ്റ് ചെയ്തപ്പോൾ എവിടെയോ വന്ന മിസ്റ്റേക്ക് ആണ്. ഞാൻ ശ്രദ്ധിച്ചില്ല, എന്റെ മിസ്റ്റേക്ക് ആണ്. 18 ഇല്ല. 78 മുതലാണ് സീരീസ് തുടങ്ങുന്നത്. 78, 90, 102, 104, 120. വേണമെങ്കിൽ 78ന് മുമ്പായിട്ട് നമുക്ക് എന്ത് പറയാം? ഇപ്പൊ ഇവിടെ 12, 14, 16, 18 എന്ന് പറഞ്ഞിട്ടല്ലേ പോയി. അപ്പൊ 78ന് മുമ്പ് എന്തായിരിക്കും? 10 ആയിരിക്കും. അപ്പൊ 68 എന്ന് വേണമെങ്കിൽ വെച്ചിട്ട് വരാം. ആ സീരീസ് എന്ത് എഡിറ്റ് ചെയ്തപ്പോൾ വന്നൊരു മിസ്റ്റേക്ക് ആണ്. സോറി. ആൻസർ 138 ആണ് നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 42, 78, 127, 191, 272, 372. ഇനി അടുത്ത് അത് എന്താന്നുള്ളതാണ് ചോദ്യം. കോൺസെപ്റ്റ് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ പറയുന്നുണ്ട് എന്തായാലും. ഇപ്പൊ നമ്മൾ നോക്കി നോക്കൂ. ഇതില് നമ്മൾ പറഞ്ഞു എപ്പോഴും ആ പ്രോസസ്സ് ഏതാണ്, ആ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണോ, ഡിവിഷൻ ആണോ, സബ്സ്ട്രാക്ഷൻ ആണോ, അഡിഷൻ ആണോ, ആ കാര്യമാണ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. അത് കിട്ടിക്കഴിഞ്ഞാലാണ് ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമുക്ക് അതന്നെ ഏതാണെന്ന് അറിയാണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് മിസ്സാവും. ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ. ഇതെന്തായാലും മൾട്ടിപ്ലിക്കേഷൻ ആവാൻ വലിയ ചാൻസ് ഇല്ല. കാരണം ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇടയിലുള്ള ഒരു സംഖ്യ എടുത്തിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ 127 എന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. മിനിമം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കൂടി നമുക്ക് എന്ത് വരും? 254 എന്ന് പറഞ്ഞൊരു സംഖ്യ വരില്ലേ? അപ്പൊ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമല്ല. അതിൽ നിന്ന് 191 വരണമെങ്കിൽ എന്താണ് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം ഇതിൽ വരാൻ ചാൻസ് കുറവാണ്. ഇപ്പൊ നോക്കി ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. 272 372 ആവാൻ 100ന്റെ വ്യത്യാസമേ ഉള്ളൂ. എങ്ങനെയായാലും ഒരു 2 കൊണ്ടെങ്കിലും മിനിമം മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഓക്കെ, ഇനിയിപ്പോ 2 കൊണ്ട് ഇല്ലെങ്കിൽ 1.5 കൊണ്ടെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 372 എന്ന് പറഞ്ഞൊരു സാധനം കിട്ടില്ല. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ അല്ലാന്ന് മനസ്സിലായി. പിന്നെ അപ്പൊ എന്താണ് വ്യത്യാസം? അപ്പൊ നമ്മൾ എന്താണ് ഇത് തമ്മിലുള്ള സംഖ്യകൾ തമ്മിലുള്ള തൊട്ടടുത്ത ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 42ഉം 78ഉം തമ്മിൽ എത്രന്റെ വ്യത്യാസം ഉണ്ട്? 42ഉം 78ഉം തമ്മിൽ 36ന്റെ വ്യത്യാസമാണ് വരുന്നത്. 78 127 തമ്മിൽ എത്രന്റെ വ്യത്യാസം വരുന്നുണ്ട്? 49ന്റെ വ്യത്യാസമാണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഈ രണ്ട് സംഖ്യകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്താണ് പെർഫെക്റ്റ് സ്ക്വയറുകളാണ്. 6ന്റെ സ്ക്വയർ, 7ന്റെ സ്ക്വയർ. അപ്പൊ അടുത്തത് കിട്ടുന്നത് 8ന്റെ സ്ക്വയർ ആണെന്ന് മാത്രം തപ്പിയായി. 127ഉം 81ഉം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 64ന്റെ വ്യത്യാസമുണ്ട് അല്ലെ? 127 ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ നോക്കുമ്പോൾ 130. അപ്പൊ അവിടെ നിന്ന് എത്രയാണ് വരുന്നത്? 30, 61, 64ന്റെ വ്യത്യാസം തന്നെ വരുന്നുണ്ട്. 64 എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ ആണ്. അതായത് സ്ക്വയറുകൾ ആഡ് ചെയ്ത് പോവുകയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? 6ന്റെ സ്ക്വയർ 42 കൂടെ 6ന്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു. 78 കൂടെ 7ന്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു. 127 കൂടെ എന്താണ്? 8ന്റെ സ്ക്വയർ ആഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ലാസ്റ്റ് വന്നത് എന്താണ്? അപ്പൊ ഇവിടെ 9ന്റെ സ്ക്വയർ വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ 10ന്റെ സ്ക്വയറും 10ന്റെ സ്ക്വയർ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 372 ആയത് എന്താണ്?
10ന്റെ സ്ക്വയർ ആയിട്ടുള്ള 100 ആഡ് ചെയ്തിട്ടാണ്. അപ്പൊ അടുത്തത് എന്തായിരിക്കും? 11ന്റെ സ്ക്വയർ ആയിട്ടുള്ള 121 നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. അതായത് 372 121 ആഡ് ചെയ്യണം. ഇതിൽ തന്നെ ജസ്റ്റ് 223 എന്തായാലും ഇല്ല നമുക്കറിയാം. ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, അടുത്തത് എന്താണ്? 493 474 472 വരുന്നത്. 121 ആഡ് ചെയ്യുന്നത്. യൂണിറ്റ് ഡിജിറ്റ് 1, ഇത് 2. അപ്പൊ എന്തായാലും 3 ലാസ്റ്റ് വരുന്നതല്ലേ വരുള്ളൂ. 493. അല്ലെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് നോക്കാം നിങ്ങൾക്ക്. ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ ആഡ് ചെയ്ത് ടൈം കളയേണ്ട കാര്യം കൂടി ഇല്ല ഇതിൽ. നമുക്ക് ഇത് ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ ഉത്തരം കണ്ടുപിടിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ ഏതാണ്? 493. ബി ഓപ്ഷൻ ആണ് വരിക. 493 വരുന്നത്. എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ 11ന്റെ സ്ക്വയർ ആഡ് ചെയ്തിട്ട് 11ന്റെ സ്ക്വയർ ആയിട്ടുള്ള 121 272 കൂടെ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 473 കിട്ടുന്നത്. ഇപ്പൊ പറഞ്ഞ ഇത്ര കാര്യമുള്ളൂ. നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അതിന്റെ എന്താണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫംഗ്ഷൻ, അഡിഷൻ ആണോ സബ്സ്ട്രാക്ഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ആൽഫബറ്റിക്കൽ സീരീസും നമ്പർ സീരീസും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ചില ക്വസ്റ്റ്യൻസിൽ ഈ ക്വസ്റ്റ്യന്റെ ഒരു ഉപകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ആൽഫബറ്റിക്കലിന്റെ സീരീസ് കണ്ടുപിടിക്കേണ്ടിയും കൂടി വരില്ല. ജസ്റ്റ് നമ്പർ സീരീസ് മനസ്സിലായാൽ തന്നെ, ഇതിന്റെ ഇടയിലുള്ള ആ നമ്പറിന്റെ സീരീസ് മനസ്സിലായാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ചിലപ്പോ ഇതാണ് ഇതിന്റെ ഒരു എളുപ്പം. പക്ഷെ എല്ലാ സമയത്തും ഇത് നടക്കണമെന്നില്ല. ചില സമയത്ത് നടക്കും, ചില സമയത്ത് നടക്കില്ല. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്താണ് അത് എങ്ങനെയാണെന്നുള്ളത് ഇത് നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ എല്ലാം പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആൽഫബറ്റിക്കൽ സീരീസ് ആയിരിക്കും കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടായിരിക്കും. കാരണം 26 പേരുടെ നമ്പറിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് മറ്റേതിന്റെ പോലെ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ ആലോചിക്കുന്ന കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആൽഫബറ്റിക്കൽ സീരീസ് ആയിരിക്കും ഏറ്റവും എളുപ്പമായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതാ വെച്ചാൽ അത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ആൻസർ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിന്റെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അത് അപ്പുറത്തെ സ്ലൈഡിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. അത് കാണിക്കാം. ഇതാണ് ആ നാലാമത്തെ ഓപ്ഷൻ. 5J58Q എന്ന് പറയുന്നതാണ് അതിന്റെ നാലാമത്തെ ഓപ്ഷൻ. ജസ്റ്റ് മാറിപ്പോയതാണ്. സ്ലൈഡിൽ സ്പ്ലിറ്റ് ആകുമ്പോൾ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സീരീസ് കണ്ടുപിടിക്കാം, എന്നിട്ട് ആൻസറിലേക്ക് പോവാം. അപ്പൊ എന്താണ് ബി? നമ്മളെന്താണ് ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് തന്നെ തുടങ്ങാം. ബി എന്തായി? ഡി ആയി. ബിന്റെ ലെറ്റർ നമുക്ക് എത്രയാണെന്ന് അറിയാം, 2 ആണെന്ന് അറിയാം. ഡിന്റെ എന്താണ്? 4. അപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്? +2 ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. എഫ് എന്താണ്? 6. എച്ച് 8. അപ്പൊ അടുത്ത വരേണ്ട ലെറ്റർ എന്തായാലും എന്തായിരിക്കും? 10 ആയിരിക്കും അല്ലെ? +2 എന്ന് വെച്ചിട്ട് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ 10ാമത്തെ നമ്പർ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്? ജെ ആണ്. അപ്പൊ ജെ ഓപ്ഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് രണ്ടുമല്ല എന്ന് നമുക്ക് ഇവിടെ തന്നെ കിട്ടിയില്ലേ? പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നാലാമത്തെ ഓപ്ഷൻ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. J58Q എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമുക്ക് വന്നത്. അപ്പൊ ഒന്നെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനോ അല്ലെങ്കിൽ ഫോർത്ത് ഓപ്ഷനോ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് ഇവിടെ തന്നെ നമുക്ക് കിട്ടി. നമ്മൾ അടുത്ത ലെറ്റർ നോക്കി നോക്കാം. നമ്പർ അവിടെ വെച്ചിരിക്കുകയാണ്. ലെറ്റർ ആണ് ഇപ്പൊ നോക്കുന്നത്. ഇ എന്ന് പറയുന്നതിന്റെ ലെറ്റർ എന്താണ്? 5. 8. എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 8. കെ 11. ഇതൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. എൻ എത്രയാണ്? 14. ഇവിടെ തന്നെ നമുക്ക് എന്ത് കിട്ടി? +3 +3 +3. അടുത്ത +3 14 കൂടെ 3 കൂട്ടിയാൽ 17. 17 എന്ന് പറയുന്ന ലെറ്റർ ഏതാണ്? ക്യൂ. ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? ഈ ഒരു ക്യൂ വരുന്നത് 7 വരുന്നത് കണ്ടിട്ട് നമ്മൾ ക്യൂ 17 എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് നമ്മുടെ 17ാമത്തെ ലാസ്റ്റ് ലെറ്റർ വരുന്നത് എന്താണ്? ക്യൂ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്? ഇത് ഓൾറെഡി ഇത് രണ്ടും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്ത് പറ്റി? ഇവിടെ ഐ ആണ് ലാസ്റ്റ് ലെറ്റർ വന്നത്. അപ്പൊ ഇതുമല്ല ഓപ്ഷൻ. നമ്മുടെ ശരിക്കുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള J58Q ആണെന്ന് നമുക്ക് ഇവിടെ തന്നെ കിട്ടി. ഓക്കെ, എങ്കിൽ കൂടി നമ്മൾ ആ നമ്പർ സീരീസും കൂടി നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് പോലെയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ നമ്പർ സീരീസ് ഞാൻ താഴത്തേക്ക് എടുത്ത് എഴുതുകയാണ് ഇപ്പോൾ. 2, 5, 12, 27. ഇതൊരു അഡിഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇവിടെ +3, ഇവിടെ +7, ഇവിടെ എത്ര വരുന്നുണ്ട്? +15. ഇത് നമുക്കൊരു ബന്ധമല്ല. ഓക്കെ, ഇത് നമുക്ക് എന്താണ് ഒരു ബന്ധമായിട്ട് പറയാൻ കഴിയില്ല. അപ്പൊ എന്താണ് വരുന്നത്? അപ്പൊ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ടോ? ജസ്റ്റ് ചെക്ക് ചെയ്യാം. 2നെ എത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 5ന്റെ അടുത്ത് കിട്ടും. ഒന്നെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 എന്ന് കിട്ടും, അല്ലെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 എന്ന് കിട്ടും. അപ്പൊ 4 കിട്ടുകയാണെങ്കിൽ +1 ചെയ്യണം 5 കിട്ടാൻ. 6 കിട്ടുകയാണെങ്കിൽ -1 ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതേ ഫംഗ്ഷൻ തന്നെ ഒന്നെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇതേ ഫംഗ്ഷൻ തന്നെ, ഇതേ പ്രോസസ് തന്നെ നമുക്ക് അപ്പുറത്തെ നമ്പറിക്കും രണ്ടാമത്തെയും മൂന്നാമത്തെയും നമ്പർ തമ്മിലും നമുക്ക് കാണാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നോക്കൂ, ഇപ്പോ 5നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? 10 വരും അല്ലെ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? 15 വരും. അപ്പൊ 5ന്ന് 12ക്ക് എത്താൻ ഒരു വഴി എന്താണ്? ഇവിടെ ഒരു +2 ചെയ്യാം.
അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഒരു -3 ചെയ്യാം. ഓക്കെ, ഇതും നമ്മൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇത് അങ്ങനെ തന്നെ വെക്കുക. ഇനി 12നെ എത്രയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 27. 12നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് വിചാരിക്കുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 24. ഇപ്പൊ എന്ത് ചെയ്തു? +3 വന്നു. ഇനി അതല്ലെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 36 ആണ് വരിക. 36ന്ന് 27 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? -9 ചെയ്യേണ്ടി വരും. അപ്പൊ ഇത് തമ്മിലൊരു ബന്ധമില്ല. പക്ഷേ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ സീരീസിനെ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഉള്ള ഒരു സീരീസ് നമുക്ക് കാണാൻ കഴിയും. 2നെ 2, 5, 12, 27 എന്നുള്ളതാണ് നമ്മുടെ സീരീസ്. 2നെ എന്ത് ചെയ്തു? രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ആഡ് ചെയ്താൽ നമുക്ക് 5 കിട്ടി. 5നെ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ആഡ് ചെയ്താൽ നമുക്ക് 12 കിട്ടി. 12നെ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 27 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത നമ്പർ എന്ത് വരണം? 27നെ രണ്ടും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. 27 ഇൻറ്റു 2 എത്രയാണ്? 54. 54 + 4 54 + 4 എത്രയാണ്? 58. ഇതാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആൽഫബറ്റിക്കൽ സീരീസ് പോലും ചെയ്യേണ്ടി വരില്ല. നമ്പർ സീരീസ് കിട്ടിയാൽ തന്നെ ഇതിന്റെ ആൻസർ ഒറ്റയടിക്ക് എത്തണം. എല്ലാ നമ്പറും കണ്ടുപിടിക്കേണ്ടിയും കൂടി വരില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നമ്പർ സീരീസ് കിട്ടിയാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ആൽഫബറ്റിക്കൽ സീരീസ് ആണെങ്കിൽ ആൽഫബറ്റിക്കൽ സീരീസ് ചെയ്താലും മതി. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി? ഇതിന്റെ ആൻസർ എന്ത് കിട്ടി? ഓപ്ഷൻ ഡി ആണ്. ഇവിടെ ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ അപ്പുറത്തെ പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആയിട്ടുള്ള J58Q എന്ന് പറയുന്നതാണ് നമ്മുടെ ശരിക്കുള്ള ആൻസർ എന്ന് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. J58Q ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അതെങ്ങനെ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇതും എന്താണ് നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെറ്റ് F2Y WK3R TP5K QU7D ആൻഡ് ഫിഫ്ത്ത് ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നമുക്ക് 5 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതിൽ നോക്കി നോക്കൂ, ഇതിൽ ലാസ്റ്റത്തെ 2 ഓപ്ഷൻസ് നോക്കി, മോർ ദാൻ 1 ഓഫ് ദി എബവ് അല്ലെങ്കിൽ നൺ ഓഫ് ദി എബവ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിൽ എല്ലാത്തിലും ചെയ്യാൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആൽഫബറ്റിക്കൽ സീരീസ് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ആൻസർക്ക് പെട്ടെന്ന് തന്നെ പോവാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് 26ാമത്തെ ലെറ്റർ ആണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? W എന്താണ്? 23 ആണ്. അടുത്ത വന്നിരിക്കുന്നത് എന്താണ്? ടി എന്ന് പറയുന്നത് എന്താണ്? 20 ആണ്. ഇതൊക്കെ ഈ നമ്പേഴ്സ് ആണ് കേട്ടോ പറയുന്നത്. ഈ ലെറ്റേഴ്സിന്റെ നമ്പേഴ്സ്, കറസ്പോണ്ടിങ് നമ്പേഴ്സ് ആണ് പറയുന്നത്. ക്യൂ അടുത്ത് വന്നത് എന്താണ്? ക്യൂ 17. അതായത് എന്താണ്? -3 വെച്ചിട്ട് കുറഞ്ഞു പോകണം. അപ്പം 17ൽ നിന്ന് 3 കുറഞ്ഞ എന്ത് വരും? നമുക്ക് 14 ആയിരിക്കും അടുത്തത് വരേണ്ടത്. -3 കുറച്ചിട്ട് നമുക്ക് എന്ത് വരും? 14 എന്ന് പറഞ്ഞ ലെറ്റർ ആണ്. 14 എന്ന് പറയുന്നത് എന്താണ്? N ആണ്. N. അപ്പൊ N വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്? N വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ 1ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ. പക്ഷെ ഇപ്പോഴും നമുക്ക് ഇവിടെ ഉറപ്പിക്കാൻ കഴിയില്ല. ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാമെങ്കിൽ കൂടിയും ബാക്കിയുള്ളതൊന്നും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയില്ല ഇപ്പോ. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഇപ്പൊ 2ാമത്തെ ഓപ്ഷൻ നമുക്ക് ഇതിന്ന് എലിമിനേറ്റ് ചെയ്യാം. അത്ര മാത്രമേ നമുക്ക് മനസ്സിലായിട്ടുള്ളൂ. അപ്പൊ ഇനി ബാക്കിയുള്ള ലെറ്റേഴ്സും കൂടി ഇത് നമ്മൾ കണ്ടുപിടിക്കണം. അടുത്തത് എന്താണ്? സെക്കൻഡ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് എല്ലാ സീരീസിലും സെക്കൻഡ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് എടുക്കുന്നത്. എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 6. കെ എന്ന് പറയുന്നത് എത്രയാണ്? 11. പി എന്ന് പറയുന്നത് എത്രയാണ്? 16. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാന്നുള്ളത് കൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോകുന്നത്. ഈ നമ്പേഴ്സിന്റെ ഓരോ ലെറ്റേഴ്സിന്റെയും നമ്പേഴ്സ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഓർമ്മ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. യു എന്ന് പറയുന്നത് എന്ത് വരും? 21. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ എത്ര കൂടി? 5 കൂടി. 5 കൂടി. 5 കൂടി. അപ്പൊ 21 കൂടെ 5 കൂടി എന്ത് വരും? 26. 26 എന്ന് പറയുന്ന ലെറ്റർ ഏതാണ്? സെറ്റ്. അപ്പൊ സെറ്റ്, സെക്കൻഡ് ലെറ്റർ സെറ്റ് ആയിട്ടുള്ള ഒരേ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ ഉള്ളൂ. ഇത് തന്നെ നമുക്ക് ഏകദേശം ബാക്കിയുള്ള ഇത് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഇത് രണ്ടും എലിമിനേറ്റ് ആയിപ്പോയി. പക്ഷെ ബാക്കി ഈ 2 ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല. 4ാമത്തെയും 5ാമത്തെയും ഓപ്ഷൻസ് നമുക്ക് ഇതുവരെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. കാരണം ബാക്കിയുള്ളതും കൂടി കണ്ടുപിടിച്ചാലേ നമുക്ക് ഇത് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ. കാരണം നൺ ഓഫ് ദി എബോവ് എന്ന് പറഞ്ഞ ഒരു സാധനം കൂടി ഉണ്ട്. ബാക്കി 2 റിലേഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതായില്ലേ ഓപ്ഷൻ. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പൊ എന്താണ്? നമുക്ക് എന്നും സെറ്റും കിട്ടി. ഇനി അടുത്ത ലാസ്റ്റ് ലെറ്ററും കൂടി നോക്കിയിട്ട് നമുക്ക് നമ്പറിലേക്ക് വരാം. Y എന്ന് പറയുന്നത് ലാസ്റ്റ് ലെറ്റേഴ്സ് ആണ് നോക്കുന്നത്. YRKD എന്ന് പറയുന്ന ലെറ്റേഴ്സ് ആണ് നോക്കുന്നത്. Y എന്ന് പറയുന്നത് എത്രയാണ്? 25. R എന്ന് പറയുന്നത് 18. K എന്ന് പറയുന്നത് എത്രയാണ്? 11. D എന്ന് പറയുന്നത് എത്രയാണ്? 4. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 25 18 ആവാൻ വേണ്ടിയിട്ട് -7. 18 11 ആവാൻ -7. 11 4 ആവാൻ -7. അടുത്തത് എന്ത് ചെയ്യണം? 4 -7 ചെയ്യണം. 4 -7 ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 1 വരെയുള്ള നമ്പർ ഉള്ളൂ. അതിനുശേഷം എന്താണ്? 26 മുതൽ ഒരു ലൂപ്പ് പോലെയാണ് ആൽഫബറ്റിക്കൽ സീരീസ് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ
4ന്ന് 7 കുറയ്ക്കുമ്പോൾ 4 പോയി, ബാക്കി എത്ര ഉണ്ട്? ഒരു -3 കൂടി ഉണ്ട്. 26ന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 23. ഏതാണ് ലെറ്റർ? 23 എന്ന് പറയുന്ന ലെറ്റർ ഏതാണ്? W. നമ്മൾ പറഞ്ഞു മുകളിൽ 3 കുത്ത്, താഴത്തെ 2 അപ്പൊ അത് വെച്ചിട്ട് എന്താ 23 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? അപ്പോ അതാണ് ഇവിടെ വരുന്നത്. -7 ആണ് ലാസ്റ്റത്തെ ലെറ്റർ, നമ്മുടെ ഡിഫറൻസ് വരുന്നത്. അപ്പൊ എന്ത് വരും? ഡിയിൽ നിന്ന് അതായത് ഡി എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 4ൽ നിന്ന് 7 കുറച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി? 23 എന്ന് പറയുന്ന W എന്ന് പറയുന്ന ലെറ്റർ കിട്ടി. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് ഇപ്പൊ ഇതില് ആൾമോസ്റ്റ് എല്ലാ ലെറ്റേഴ്സും ആൽഫബറ്റ്സും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്പർ സീരീസും കൂടെ റെഡി ആയി നമുക്ക് എന്താണ് ഓപ്ഷൻ 1 തന്നെയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയാം. അപ്പോൾ ഇനി നമ്പർ സീരീസ് ആണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. 2, 3, 5, 7. ഇവിടെ ഒരു ഡിഫറൻസ് എടുത്തിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ഒരിക്കലും കിട്ടില്ല. കാരണം എന്താണ്? ഇവിടെ എന്ത് വരുന്നുണ്ട്? +1. 3 കൂടെ 5 ആവൻ +2. 5 കൂടെ 7 ആവൻ +2. അപ്പൊ എന്താ ഇതൊരു സീരീസ് ആയിട്ടാണോ? അല്ല. അപ്പൊ എന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ, നമുക്ക് എന്ത് വേണം? നമുക്ക് എല്ലാ നമ്പേഴ്സിന്റെയും സ്ക്വയറുകളും ക്യൂബുകളും പ്രൈം നമ്പേഴ്സും നമുക്ക് അറിയണം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഒരു പ്രൈം നമ്പർ സീരീസ് ആണ്. 2, 3, 5, 7. അടുത്ത പ്രൈം നമ്പർ ഏതായിരിക്കും? 11. 7 കഴിഞ്ഞാൽ അടുത്ത വരുന്ന പ്രൈം നമ്പർ ഏതാണ്? 11 ആണ്. ആ നമ്പർ തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയെല്ലാം നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് ആൻസർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് 2, 3, 5, 7 അടുത്ത് 11 ആണ് നമുക്ക് മനസ്സിലായാൽ തന്നെ ബാക്കിയുള്ള ഈ 2 ഓപ്ഷൻ നമുക്ക് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. മോർ ദാൻ 1 എന്ന് പറയുന്ന എബോവ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയും. ഒന്നെങ്കിൽ അപ്പോ ഇതോ അല്ലെങ്കിൽ ഇതോ ആവും. അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽഫബറ്റിക്കൽ സീരീസ് കണ്ടുപിടിക്കണം. അത് ശരിയാണ് ഈ ക്വസ്റ്റ്യനിൽ. പക്ഷെ ഈ ഒരു ആൻസർ, ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈ ഒറ്റ നമ്പർ സീരീസ് തന്നെ നമുക്ക് എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള N11W എന്നുള്ള ആൻസർക്ക് നമുക്ക് എത്താൻ കഴിയുമായിരുന്നു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രൈം നമ്പേഴ്സും സ്ക്വയറുകളും ക്യൂബുകളും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് ഓർത്ത് വെക്കണം, പഠിച്ചിരിക്കണം, എന്തായാലും പഠിച്ചിരിക്കണം. അപ്പൊ ഇനി അടുത്തത് വീണ്ടും ഒരു നമ്പർ സീരീസ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്പർ സീരീസ് നോക്കൂ. വലിയ നമ്പറുകളാണ്, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും വലിയ വലിയ നമ്പറുകളാണ്. അത് വിചാരിച്ചിട്ട് ടെൻഷൻ ആവണ്ട. വലിയ നമ്പറുകളാണെങ്കിലും അതിനെല്ലാത്തിനും ഒരു കോമൺ തന്നെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. കോമൺ ഫംഗ്ഷൻ തന്നെയാണ് എല്ലാത്തിനും വരിക. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ആൻസർക്ക് പോവാം. 1724 1716 എന്താണ് അടുത്തടുത്ത നമ്പറുകളാണ് അല്ലെ? അപ്പൊ എന്താണ് ഒരു സബ്സ്ട്രാക്ഷൻ നടന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. സബ്സ്ട്രാക്ഷൻ എത്രയാണ് വന്നിരിക്കുന്നത്? 24ഉം 16ഉം തമ്മിൽ എത്രയാണ്? 8ന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. സോറി, പെണ്ണെടുക്കാൻ മറന്നുപോയി. എന്ത് ചെയ്തു? -8 വന്നിട്ടുണ്ട് അല്ലെ? 1724 1716 എന്താണ് അതിന് -8 കുറച്ചിട്ടുണ്ട്. അടുത്ത എന്താണ്? 1716 നിന്ന് 1689 എത്തിയിരിക്കുകയാണ്. അപ്പൊ എത്ര കുറച്ചിട്ടുണ്ട് നോക്കി നോക്കൂ. ഇവിടുന്ന് 89 1700 എത്താൻ വേണ്ടിയിട്ട് ഒരു 11ഉം അപ്പുറത്ത് ഒരു 16ഉം മൊത്തത്തിൽ എന്താണ് ഒരു 27 കുറച്ചിട്ടുണ്ട്. അപ്പോ ഈ നമ്പേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? 8 എന്ന് പറയുന്നത് എന്താണ്? 2 ക്യൂബ് ആണ്. 3 എന്ന് പറയുന്നത് എന്താണ്? 3 ക്യൂബ് 3 ക്യൂബ് 3 ക്യൂബ് ആണ്. ഓക്കെ, അപ്പോ അടുത്ത വരുന്ന സംഖ്യ 4 ക്യൂബ് ആയിട്ടുള്ള 64 ആണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി? ആ സീരീസിന്റെ എന്താണ് ആ സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല എന്നുള്ളത് നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ നോക്കാം. 1689ഉം 1625 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 25 കൂടെ 25 കൂട്ടി 50 എത്തി. പിന്നെ അതൊരു 39ഉം 25ഉം 39ഉം കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? 64. കറക്റ്റ് ആയില്ലേ? ഇവിടെ തന്നെ നമുക്ക് എന്താണ് ഉത്തരം കിട്ടിയില്ല. അപ്പൊ വലിയ സംഖ്യയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എല്ലായിടത്തും ഉപയോഗിക്കുന്ന കോൺസെപ്റ്റുകളൊക്കെ എന്താണ് ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതിന്റെ കുറച്ച് കൂടിയും കുറഞ്ഞു ഇരിക്കുന്നതന്നെ ഉള്ളൂ. പക്ഷെ കോൺസെപ്റ്റുകളൊക്കെ ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമുക്ക് ഇതിന്ന് അപ്പൊ എന്ത് കിട്ടി? ആദ്യം സംഖ്യകൾ ഒട്ടും കൂടി ഞാൻ എഴുതാം. 1724 1716 ആയപ്പോ എന്ത് കുറച്ചു? 8 കുറച്ചു. അതായത് 8 എന്ന് പറയുന്നത് എന്താണ്? 2 ക്യൂബ് ആണ്. 1716 689 ആയപ്പോ എന്താണ്? 27 കുറച്ചു. 27 എന്ന് പറയുന്നത് എന്താണ്? 3 ക്യൂബ് ആണ്. 1689 1625 ആയപ്പോ എന്ത് കുറച്ചു? 64 കുറച്ചു. അപ്പൊ എന്ത് വന്നു? 64 കുറച്ചു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ക്യൂബ് ആണ് ഇത്. അടുത്തത് എന്താണ്? 1625 1500 ആയി. ഇത് എന്ന് പറയുന്നത് എത്രയാണ്? 5 ക്യൂബ് അല്ലെ? 5 ക്യൂബ് ആയിട്ടുള്ള 125 അല്ലേ ഇവിടെ കുറച്ചിരിക്കുന്നത് അല്ലെ? 125 ആണ് കുറച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ആൻസർ കിട്ടേണ്ടത് എന്തായിരിക്കും? 1500-ൽ നിന്ന്
എന്ത് കുറയ്ക്കണം? 6 ആയിട്ടുള്ള 216 കുറയ്ക്കണം. 6 ആയിട്ടുള്ള 216 കുറയ്ക്കണം. 6 ആയിട്ടുള്ള 216 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 1284. ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ. എങ്ങനെയാണ് ക്യൂബുകൾ വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിന്റെ കിട്ടേണ്ട ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിട്ടുള്ള 1284 നമുക്ക് ഇതിൽ കിട്ടേണ്ട ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ സീരീസ് വരുന്നത്. ക്യൂബുകൾ കുറച്ച് കുറച്ച് വരികയാണ്. 2a ക്യൂബ് കുറയ്ക്കുന്നു, 3a ക്യൂബ് കുറയ്ക്കുന്നു, 4a ക്യൂബ് കുറയ്ക്കുന്നു, 5a ക്യൂബ്, 6a ക്യൂബ് കുറച്ചിട്ടുള്ളതാണ് നമ്മുടെ ആൻസർ വരിക. ഇതിന്റെ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 7a ക്യൂബ് കുറക്കുന്നതായിരിക്കും. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ സീരീസ് കഴിഞ്ഞു. ഇനി അടുത്ത സീരീസിലേക്ക് പോവാണ്. 7, 11, 14, 25, 29, 55 അതിന്റെ അടുത്ത നമ്പറാണ് കണ്ടത്. ഓക്കെ, കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കണു. അപ്പൊ നോക്കി നോക്കാം. ഒന്നെങ്കിൽ നമുക്ക് എന്താണ് ആദ്യം തന്നെ ഡിഫറൻസ് വെച്ചിട്ട് നോക്കി നോക്കാം. 7ഉം 11ഉം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 7ഉം 11ഉം തമ്മിൽ 4ന്റെ വ്യത്യാസമുണ്ട്. 11ഉം 14ഉം തമ്മിൽ എന്താണ് 3ന്റെ വ്യത്യാസമുണ്ട്. 14ഉം 25ഉം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 11ന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് എന്താണ്? അഡിഷൻ അല്ല എന്നുള്ളത് നമുക്ക് കോൺസെപ്റ്റ് ഇവിടെ തന്നെ കിട്ടി. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഏറ്റവും അടുത്ത് വരുന്ന എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. 7 ഇൻറ്റു 2 വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്ത് നോക്കാം. 7 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് വരും 14 വരും. പക്ഷെ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ്? 11 ആണ്. നമുക്ക് സീരീസിൽ വന്നത് എത്രയാണ്? 11 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. 11 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? -3 കുറച്ചാൽ നമുക്ക് 11 കിട്ടും. 11 കിട്ടി. അപ്പൊ പിന്നെ അടുത്തത് എന്താണ്? പിന്നെ 14 വന്നിരിക്കുന്നത്. അപ്പൊ 14ലേക്ക് എത്ര വ്യത്യാസമുണ്ട്? +3. ഓക്കെ, ഇനി നമ്മൾ എന്താണ് 14ഉം 28ഉം തമ്മിൽ 25ഉം ഉണ്ട്. അപ്പൊ ഈ 14നെ 2 കൊണ്ട് നമ്മൾ ആദ്യം 7നെ ചെയ്ത പോലെ തന്നെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ എന്ത് വരും? 2 കൊണ്ട് 14നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 28. 28ന്ന് എന്താണ് 3 കുറച്ചതാണ് ഇത് 25. ഓക്കെ, എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഒരു വട്ടം കൂടി ഞാൻ പറയാം. നമുക്ക് എന്തായാലും അഡിഷൻ അല്ല, ഈ സീരീസ് എന്താണ് അഡിഷൻ അല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോ ഇവിടെ നോക്കി നോക്കൂ. 7 എന്ത് ചെയ്തു? 11ആയി. 7 11ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡിഷൻ അല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എന്താണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കാം. 7നെ ഏറ്റവും ചെറിയ സംഖ്യയായിട്ടുള്ള 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 7 ഇൻറ്റു 2 ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? 14 കിട്ടി. പക്ഷെ നമുക്ക് കിട്ടേണ്ട ആൻസർ എത്രയാണ്? 11 അപ്പൊ അതിന് എന്താണ് ഒരു 3 കുറച്ചാലാണ് നമുക്ക് 11 കിട്ടിയത് മനസ്സിലായി. അതിന്റെ തൊട്ടടുത്ത സീരീസ് ആണ് ഇത് 14 എന്ന് പറയുന്നത്. അപ്പൊ 11 കൂടെ എന്താണ് 3 കൂട്ടിയപ്പോ 14. ഓക്കെ, അത് നമ്മൾ ഇവിടെ വെക്കുകയാണ്. അത് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതാണ്. ഇനി നമ്മൾ എന്താണ് ഇവിടെ നിന്ന് മുതൽ 14 മുതലുള്ളതാണ് നോക്കുന്നത്. 14 ഇൻറ്റു 2 എത്ര കിട്ടി? 28 എന്ന് കിട്ടി അല്ലെ? അതിൽ നിന്ന് 3 മൈനസ് ചെയ്തതാണ് ഇത് 25 എന്ന് പറയുന്നത്. ഈ 25 കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 29 വരുന്നത്? 25 + 4 ചെയ്തപ്പോ 29. അതായത് സീരീസ് വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ × 2 ചെയ്തിട്ട് -3. ഓക്കെ, 13ഉം 14ഉം തമ്മിൽ എന്ത് ചെയ്തു? +3. 14ഉം 28ഉം തമ്മിൽ എന്ത് ചെയ്തു? × 2 -3. വീണ്ടും × 2 -3 വന്നു. ഈ സെയിം പ്രോസസ് തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്തു. × 2 -3. അടുത്ത 25ഉം 29ഉം തമ്മിൽ 25ഉം 29ഉം തമ്മിൽ എന്ത് ചെയ്തു? +4. ഇവിടെ നമ്മൾ +3 ആയിരുന്നു, ഇവിടെ +4. അടുത്ത വീണ്ടും 29 × 2. 29 × 2 എത്ര വരും? 58. ഓക്കെ, അതായത് വീണ്ടും നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? × 2 -3 തന്നെയാണോ വരുന്നത് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. 29 × 2 എന്ന് പറഞ്ഞാൽ എത്ര? 58. 58 - 3 55 കിട്ടി. അപ്പൊ ഇനി അടുത്തത് ഇവിടെ കൂടെ എത്ര കൂട്ടണം? ആദ്യം 3 കൂട്ടി, ആദ്യം പിന്നെ 4 കൂട്ടി, അപ്പൊ ഇനി എന്ത് കൂട്ടണം? 5 കൂട്ടണം. 5 കൂട്ടിയാൽ നമുക്ക് എന്താ ആൻസർ വരും? 60 വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിട്ടുള്ള 60 ആയിരിക്കും. സംഭവം നിങ്ങൾക്ക് ഇത് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നാം. ഇതിൽ എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. എല്ലാം കൂടി അവിടെ ഇവിടെ ആയിട്ട് വരുന്നത്. കുറച്ചുകൂടി സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് എഴുതായിരുന്നു. പക്ഷെ അത് പറ്റുന്നില്ല. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത്. ഇത് കുറച്ച് കടുകട്ടിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എന്തുകൊണ്ടാണ് കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഇടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ വരുമ്പോൾ എന്താണ് സിമ്പിൾ കാര്യങ്ങളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ഇതിൽ ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയല്ലോ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രീതിക്ക് എത്തിയില്ലേ ഇപ്പോ?
അപ്പൊ അതിന്റെ കുറച്ച് കൂടിയ വേർഷനാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. പക്ഷെ എന്താ വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നതാണ്. ചെറിയ ചെറിയ നമ്പേഴ്സ് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പൊ ഒരു വട്ടം കൂടി പറയാം ഇതെങ്ങനെ കിട്ടി എന്നുള്ളത്. ആദ്യം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് (2 - 3) ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? +3 ചെയ്യുന്നു. അതായത് ഇപ്പൊ നമ്മൾ ഈ ഗ്യാപ്പുകൾ എടുത്തിട്ട് നോക്കുകയാണെങ്കിൽ, ഗ്യാപ്പുകൾ വെച്ചിട്ട് പറയാം. ഗ്യാപ്പുകൾ വെച്ചിട്ടല്ല, ഇപ്പോ ഇവിടെ നേരത്തെ നമ്മൾ 3 സെറ്റിന്റെ ഒരു സീരീസ് ആക്കിയില്ലേ, അതുപോലെ ഇവിടെയും നമ്മൾ എന്താണ് 2 നമ്പേഴ്സിന്റെ ഓരോ സീരീസുകളാക്കി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ (2 - 3). ഇവിടെയും ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? (2 - 3). ഇവിടെ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? (2 - 3). അതായത് 3 എണ്ണത്തിലും ചെയ്യുന്നത് എന്താണ്? (2 - 3), (2 - 3), (2 - 3). ഇനി ഇത് തമ്മിലുള്ള പ്രോസസ്സ്, ഇനി എന്താണ് ഇത് തമ്മിൽ ഓരോ ഇതിന്റെയും സെക്ഷൻസിന്റെയും ലാസ്റ്റും ഫസ്റ്റ് നമ്പറും തമ്മിലുള്ള ബന്ധമാണ് നോക്കുന്നത്. അതായത് 11ഉം 14ഉം തമ്മിലുള്ള ബന്ധം, 25ഉം 29ഉം തമ്മിലുള്ള ബന്ധം, ഇതും അടുത്ത നമ്പറും തമ്മിലുള്ള 13ഉം 14ഉം തമ്മിലാണ് +3, 25 29 തമ്മിൽ +4. അപ്പൊ ഇവിടെ എന്ത് വരും? +5. അങ്ങനെയാണ് നമുക്ക് എന്താണ് 60 എന്നുള്ള ഓപ്ഷൻ കിട്ടുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. കുറച്ച് കൺഫ്യൂഷൻ ആണ്, ഒന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ശരിയാവും. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യണം. നിങ്ങൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ക്ലിയർ ആവേണ്ടത്. പറയാനുള്ളത് പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. 11ാമത്തെ ക്വസ്റ്റ്യൻ 1, 2, 10, 37, 101 എന്നൊക്കെ പറയുന്ന നമ്പറുകളാണ് വരുന്നത്. അതിന്റെ അടുത്ത സംഖ്യയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം. എന്തായിരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ആണ് വരാൻ ചാൻസ് ഉള്ളൂ. അഡിഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം പെട്ടെന്ന് വരാൻ ചാൻസ് ഇല്ല. ഒന്നെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ ഇനിയിപ്പോ അഡിഷൻ തന്നെയാണെങ്കിൽ തന്നെ എന്താണ് വലിയൊരു സംഖ്യ ആയിരിക്കും ആഡ് ചെയ്ത് വരുന്നുണ്ടാവുക. കാരണം എന്താണ്? വ്യത്യാസങ്ങൾ അതുപോലെയാണ്. വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? 1ഉം 2ഉം തമ്മിൽ 1ന്റെ വ്യത്യാസം, 2ഉം 10ഉം തമ്മിൽ എത്രയാണ്? 8ന്റെ വ്യത്യാസം, 10ഉം 37ഉം തമ്മിൽ എത്രയാണ്? 27ന്റെ വ്യത്യാസം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എനിക്കറിയാം. എന്തായിരിക്കും? ഇതെന്താണ്? 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്. അടുത്തത് എന്താ വരിക? 4 ക്യൂബ് അല്ലെ? 4 ക്യൂബ് ആണ് വരിക. 37ഉം 101ഉം തമ്മിൽ എത്ര വ്യത്യാസം വരുന്നുണ്ട്? 64ന്റെ വ്യത്യാസം തന്നെയല്ലേ വരുന്നത്. അതായത് എന്താണ്? 4 ക്യൂബ് ആണ്. അപ്പൊ അടുത്തത് എന്തായിരിക്കും? 101 കൂടെ വരേണ്ടത് എന്തായിരിക്കും? 5 ക്യൂബ് ആയിട്ടുള്ള 125 ആഡ് ചെയ്യണം. 125 ആഡ് ചെയ്താൽ എന്ത് വരും? നമ്മൾ നേരത്തെ പറഞ്ഞ 5ഉം 1ഉം യൂണിറ്റ് ഡിജിറ്റുകൾ 5ഉം 1ഉം കൂട്ടി 6 വരുന്ന ഒരേ ഒരു ഓപ്ഷൻ, ഓപ്ഷൻ സി 226. ഒറ്റയടിക്ക് കിട്ടിയില്ല. ഇത് ശരിക്കും നമ്മൾ എന്താ പറയാ, എഴുതി നോക്കും കൂടി വേണം ചെയ്യാണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ആൻസറുകളാണ്. ജസ്റ്റ് നോക്കുക, ആ ഒരു ഡിഫറൻസുകൾ കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. നോക്കുക, 1ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസം 1, 2ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 8, 10ഉം 37ഉം തമ്മിലുള്ള വ്യത്യാസം 27. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, ഇതൊക്കെ ക്യൂബുകളാണല്ലോ എന്നുള്ള ഓർമ്മ വരണം. 37ഉം 100ഉം തമ്മിലുള്ള വ്യത്യാസം 64. ഇതെല്ലാം ക്യൂബുകളാണ്. അപ്പൊ അടുത്ത നമ്പർ എന്താണ്? ഒരു ക്യൂബ് ആയിരിക്കും. ഇതിന്റെ ഡിഫറൻസ് 101 കൂടെ എന്ത് ചെയ്യണം? 5ന്റെ ക്യൂബ് ആയിട്ടുള്ള 125 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 226. ഓപ്ഷൻ സി ആൻസർ കിട്ടി. ഇത് ജസ്റ്റ് ഒരു 10-20 സെക്കൻഡും കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. കാണുമ്പോൾ നിങ്ങൾ വലിയ സംഭവമാണെന്ന് വിചാരിക്കാണ്ടിരുന്നാൽ മാത്രം മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. 1, 4, 3, 9, 5 ക്വസ്റ്റ്യൻ മാർക്ക് 7, 25. ഓക്കെ, അപ്പൊ നമ്മുടെ ഇടയിലുള്ള നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്, ലാസ്റ്റ് നമ്പർ അല്ല. ഇടയിലുള്ളത് വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും നിങ്ങൾക്ക്, പക്ഷെ അത് ഇത് വരുമ്പോൾ എന്താണ് ക്ലിയർ ആയിക്കോളും. അത് നോക്കി നോക്കൂ, എന്താണ് വന്നിട്ടുള്ളത്? 1, 4, 3, 9, 5 ക്വസ്റ്റ്യൻ മാർക്ക് 7, 25. ഇതിൽ തന്നെ നമ്മൾ എന്താണ് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെ എന്താണ് 1-2 സെറ്റുകളായിട്ട് മാറ്റുകയാണ്. ജസ്റ്റ് ശ്രദ്ധിച്ചു നോക്കൂ. 1, 3, 5, 7. അടുത്തത് എന്ത് വരണം? 9 എന്ന് പറയുന്ന സാധനം ആയിരിക്കും. കാരണം എന്താണ്? ഒന്നെങ്കിൽ 9 വരാം, അല്ലെങ്കിൽ എന്താണ് ഇവിടെ 11 വരാം. ഒന്നെങ്കിൽ 9 വരാം, അല്ലെങ്കിൽ 11 വരാം. കാരണം അത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടെ അല്ലാത്ത കൂടെ 2 കൂട്ടിയത് പോലെയാണ് ഇപ്പോൾ ഉള്ളത്. +2, +2, +2. ഒന്നെങ്കിൽ +2 കൂട്ടിയിട്ട് എന്താണ് 9 എന്ന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇതൊരു പ്രൈം നമ്പർ എന്നുള്ള കണക്കിൽ എന്താണ് 11 എന്നായിട്ടും വരാം. പക്ഷെ അതല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിന്റെ ഇടയിലുള്ള വേറെ ഓപ്ഷൻ ആണ്. 4, 9. അപ്പൊ ഇതിൽ നിങ്ങൾ നോക്കി നോക്കൂ, 4, 9, 25. അത് മാത്രമായിട്ട് ഞാൻ താഴത്തേക്ക് എടുത്ത് എഴുതാണ്. 4, 9 ക്വസ്റ്റ്യൻ മാർക്ക് 25. ഇത് കാണുമ്പോൾ എഴുതാനുള്ള സ്ഥലമില്ല.
4 9 ക്വസ്റ്റ്യൻ മാർക്ക് 25. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? 2 സ്ക്വയർ 3 സ്ക്വയർ ഡാഷ് ആണ്. ഇതെന്താണ്? ഇത് 5 സ്ക്വയർ ആണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ എന്താ വരുന്നത്? ബാക്കി വരുന്നത് എന്താണ്? 4 സ്ക്വയർ ആയിട്ടുള്ള 16 മാത്രമല്ലേ ബാക്കിയുള്ളൂ. അപ്പോ നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഓപ്ഷൻ ഒറ്റയടിക്ക് എന്താണ്? 16 ആണ്, ഓപ്ഷൻ ഡി ആണെന്ന് കിട്ടും. ഇതിന് ഞാൻ മറ്റേതും കൂടി എടുത്ത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോ ഇത് ഇവിടെ തന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് 16 തന്നിട്ടുണ്ടായിരിക്കും, ഇവിടെ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവുക. അപ്പൊ അത് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ ഈ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണം നിങ്ങൾ. ഒന്നെങ്കിൽ 2 ആഡ് ചെയ്ത് പോകുന്ന +2 എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി തന്നിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടുത്തെ നമ്മൾ കോൺസെപ്റ്റ്, ഇവിടുത്തെ ആൻസർ കിട്ടിയത് എങ്ങനെയാണ്? ഈ നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. 4 9 ക്വസ്റ്റ്യൻ മാർക്ക് 25. 4 എന്ന് പറയുന്നത് എന്താണ്? 2 സ്ക്വയർ ആണ്. 9 എന്ന് പറയുന്നത് എന്താണ്? 3 സ്ക്വയർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് ലാസ്റ്റ് വരുന്നത് 5 സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ ഇടയിലുള്ളത് എന്തായിരിക്കും? 4 സ്ക്വയർ ആയിട്ടുള്ള 16 ആയിരിക്കും. 16 ആയിരിക്കും എന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. ഈ കാര്യം സിമ്പിൾ സീരീസ് ആണ് ഇതൊക്കെ. ഇതിലൊന്നും മാർക്ക് ഒരിക്കലും കളയരുത്. അത് ഒരുപാട് മാർക്ക് കളയരുത് എന്ന് മാത്രമല്ല, ഒരുപാട് സമയവും കളയരുത്. ഇതിലൊന്നും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുക, പെട്ടെന്ന് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക, മാർക്ക് കൂടുതൽ നേടുക. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇത്. 99 82 63 50 35 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ പറയുകയാണെങ്കിൽ സ്ക്വയർ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, സ്ക്വയർ നമ്പേഴ്സ്, ഓരോ നമ്പേഴ്സിന്റെയും സ്ക്വയർ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നോക്കി ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി നോക്ക്. 99 എന്ന് പറയുന്നത് നമ്മുടെ 10 സ്ക്വയർ ആയിട്ടുള്ള 100ന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സംഖ്യകളാണ്. അപ്പൊ നിങ്ങൾക്ക് സ്ക്വയറുകൾ മാത്രം അറിഞ്ഞാൽ പറയാം, അതിന്റെ തൊട്ടടുത്ത് വരുന്ന സംഖ്യകളും ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളത് നല്ലതാണ്. അപ്പൊ നമ്മുടെ 10 സ്ക്വയർ എന്ന് പറയുന്നത് 100ന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്പർ അല്ലേ 99. അതുപോലെ നമ്മുടെ 9 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 81ആണ്. 81ന്റെ തൊട്ടടുക്കുന്ന നിൽക്കുന്ന നമ്പർ അല്ലേ ഇത്? 82 അല്ലെ? അപ്പൊ അതേപോലെ തന്നെയാണ് ബാക്കിയുള്ള നമ്പറുകൾ നോക്കി നോക്കൂ. ഇപ്പൊ നമ്മൾ 8 സ്ക്വയർ, 8 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 64ആണ്. 64ന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്പർ അല്ലേ ഇത്? 63. അതുപോലെ തന്നെ എന്ത് വരുന്നുണ്ട്? 7 സ്ക്വയർ ആയിട്ടുള്ള 49ന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്പറാണ് ഇത് 50 അല്ലെ? അതായത് ഇവിടെ സീരീസ് എങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, 99 എന്ന് പറയുന്നത് 10 സ്ക്വയർ മൈനസ് 1 ആണ്. 82 എന്ന് പറയുന്നത് 9 സ്ക്വയർ പ്ലസ് 1 ആണ്. 63 എന്ന് പറയുന്നത് എന്താണ്? 8 സ്ക്വയർ മൈനസ് 1 ആണ്. 50 എന്ന് പറയുന്നത് എന്താണ്? 7 സ്ക്വയർ പ്ലസ് 1 ആണ്. 35 എന്ന് പറയുന്നത് എന്താണ്? 6 സ്ക്വയർ മൈനസ് 1 ആണ്. അപ്പൊ ഇനി അടുത്ത സംഖ്യ വരേണ്ടത് എന്തായിരിക്കും? 5 സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 25 കൂടെ 1 കൂട്ടിയാൽ 26. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, 99 വന്നത് 10 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചു. പിന്നെ എന്ത് ചെയ്തു? അടുത്തത് 9 സ്ക്വയറിലൂടെ 1 കൂട്ടി. കുറച്ചു, കൂട്ടി എന്നുള്ള കോൺസെപ്റ്റ് ഓർമ്മ വെക്കണം. വീണ്ടും 8 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചു. 50 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 സ്ക്വയറിലൂടെ 1 കൂട്ടി. 35 എന്ന് പറഞ്ഞാൽ 6 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചു. 6 സ്ക്വയറിൽ നിന്ന് 1 കുറച്ചു. അപ്പൊ ഇനി അടുത്തത് വരേണ്ടത് എന്താണ്? 5 സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും. 5 സ്ക്വയർ 25 പ്ലസ് 1 26. ഓപ്ഷൻ എ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ സീരീസ് ആണ്, മനസ്സിലാക്കുക. പെട്ടെന്ന് സ്ക്വയറുകളും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്തുക. അത്രയേ ഉള്ളൂ ഇതിൽ പറയാൻ. അടുത്തതാണിത് 40 37 43 34 46. ഇത് നിങ്ങൾ ഓൾറെഡി ഇതേപോലത്തെ ഒരു സീരീസ് നമ്മൾ തന്നിട്ടുള്ളതാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, വെറുതെ നിങ്ങൾക്ക് സമയം തന്നിട്ട് ഞാൻ ഇത് കളയുന്നില്ല. ഇത് കാണുമ്പോൾ തന്നെ നോക്കി ഉത്തരം പറയാൻ പറ്റുന്ന ഒരു സീരീസ് ആണിത്. ജസ്റ്റ് പറയാം. 40 എന്തായി? 43ആയി. 46ആയി. അടുത്തത് എന്ത് വരണം? 49 വരണം. ഇവിടെ ഇവിടെ എന്തായി? 37 34ആയി. അതായത് -3. 34ന്ന് -3 കുറച്ച് കഴിഞ്ഞാൽ 31. നോക്കി ഉത്തരം പറയാൻ പറ്റുന്ന ഒരു സീരീസ് ആണിത്. വെറുതെ നമ്മൾ എന്താ എഴുതി എഴുതി ഡിഫറൻസും കാര്യങ്ങളൊന്നും എടുത്ത് എഴുതേണ്ട കാര്യം കൂടി ഇല്ല. ജസ്റ്റ് നോക്കുക, ഉത്തരം പറയുക. അതായത് പറഞ്ഞ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇത് നമ്മൾ എന്താണ് 2 സീരീസ് ആയിട്ടാണ് മാറ്റിയത്. 40 43ആയി. 46ആയി. അടുത്തത് എന്താ? 49 വരും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കാര്യമായിട്ടാണ് ഞാൻ പറയണത്. ഇത് 49 ആയിട്ട് വരുന്നുള്ളത്. ഇതെന്തായി? 37ന്ന് -3 കുറച്ച് 34ആയി. 34ന്ന് -3 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 31. ആ ഓപ്ഷൻ തന്നെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ എന്താണ്? ഓപ്ഷൻ സി. നോക്കി തന്നെ ഉത്തരം പറയാൻ കഴിയുന്ന ഒരു സീരീസ് ആണ്.
ഓക്കെ, അപ്പൊ 14ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഓക്കെ, 2 ക്വസ്റ്റ്യനും കൂടിയുള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അതിലപ്പോൾ എന്താണ് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നോക്കുന്നത്. 15, 16 ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒരു 10-12 ഞാൻ മറ്റേ ഇതിൽ മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അത് ചെയ്ത് നോക്കാം. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ വരുന്നത്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സീരീസ് എന്താണ്? 1, 2, 4, 7, 13, 24, 44. ഇത് കുറച്ച് ട്രിക്കറിയാണ്, ട്രിക്കായിട്ടുള്ള സീരീസ് ആണ്. പക്ഷെ വളരെ എന്താ പറയാ, നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് തോന്നുന്ന ഒരു സാധനം കൂടിയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഉത്തരം പറയാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10 സെക്കൻഡ് എടുത്തോളൂ. ഓക്കെ, കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ, നമ്മൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഒരു സീരീസ് ആണ് ഇത്. അപ്പോൾ അതൊന്ന് മനസ്സിലായാലും ഇത് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും വരാൻ ചാൻസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇതെങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നും കാണില്ല. 1ഉം 2ഉം തമ്മിൽ വ്യത്യാസം എത്രയാണ്? 1, 2ഉം 4ഉം തമ്മിൽ വ്യത്യാസം എന്താ പറയാ 2 വരുന്നുണ്ട്. 4ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം 7, 3, 4ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം 3 വരുന്നുണ്ട്. 7ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം പക്ഷെ എത്രയാണ്? 6ആണ്. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ ഇത് ഇവിടെ 4ആയിരുന്നു വന്നതെങ്കിൽ ഈ 6ന് പകരം 4ആയിരുന്നു വന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയായിരുന്നു, നമ്പർ ഇങ്ങനെ കൂടി കൂടി പോവുകയാണ്. ഇതിപ്പോ 13ന് പകരം 11 ആയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനത്തെ കോൺസെപ്റ്റ് എത്തായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താണ് 1, 2, 3 പിന്നെ 6ആണ് വരുന്നത്. അപ്പൊ ഇത് ബന്ധമല്ല. ഇപ്പൊ ഇത് നമുക്ക് ഈ 3ന്ന് 6 എന്ന് പറഞ്ഞിട്ട് ഇൻറ്റു 2 ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. ഇവിടെ 1 × 2 ആണല്ലോ, 1ന്റെ ഇരട്ടിയാണല്ലോ 2, 3ന്റെ ഇരട്ടിയാണല്ലോ 6. പക്ഷെ ഇവിടെ ഒരു റിലേഷൻ വരുന്നില്ല, 2ഉം 3ഉം തമ്മിൽ ഒരു റിലേഷൻ വരുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് ചെറിയൊരു ട്രിക്കറിയാണെന്ന് ഞാൻ പറഞ്ഞു. ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാല്, ആദ്യത്തെ 3 നമ്പറുകൾ തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത് 4th ടേം. അതായത് 1 + 2 + 4 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത് 4th ടേം ആയിട്ടുള്ള 7 എന്ന് പറയുന്നത്. അതായത് തൊട്ട് മുമ്പുള്ള 3 ലെറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4ാമത്തെ പൊസിഷൻ കിട്ടും. 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും പൊസിഷനിലുള്ള സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4ാമത്തെ പൊസിഷനിലുള്ള വാല്യൂ കിട്ടും. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഞാൻ പറയാം. 1 + 2 + 4 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. ഇനി അടുത്ത അതായത് 5ാമത്തെ പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2ാമത്തെ പൊസിഷനിലുള്ള 2, 3ാമത്തെ പൊസിഷൻ ആട്ടോ പറയുന്നത്. 3ാമത്തെ പൊസിഷൻ, 2ാമത്തെ പൊസിഷനിലുള്ള 2, 3ാമത്തെ പൊസിഷനിലുള്ള 4ഉം 4ാമത്തെ പൊസിഷനിലുള്ള 7ഉം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5ാമത്തെ പൊസിഷനിലുള്ള 13 കിട്ടും. 7 + 4 11, 11 + 2 13. ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. അതായത് ആദ്യത്തെ 3 കൂട്ടിയാൽ 4ാമത്തെ, 2ഉം 3ഉം 4ഉം കൂടി കൂട്ടിയാൽ 5ാമത്തെ പൊസിഷന്റെ വാല്യൂ, 4ഉം 5ഉം 6ഉം കൂടി 3ഉം 4ഉം 5ഉം കൂടി കൂട്ടിയാൽ 5ാമത്തെ പൊസിഷന്റെ വാല്യൂ. ജസ്റ്റ് നോക്കി നോക്കാം. 4 + 7 + 13, 13ഉം 7ഉം 20ഉം 20ഉം 4ഉം 24. അത് തന്നെയാണല്ലോ നമ്മുടെ 5ാമത്തെ പൊസിഷൻ. അപ്പൊ അടുത്ത സംഖ്യ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്ത് വരും? 7 + 13 + 24, 7ഉം 13ഉം കൂട്ടി 20, 20ഉം 24ഉം 44 കിട്ടുന്നുണ്ട്. 44 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത നമ്പർ വരേണ്ടത് എന്തായിരിക്കും? 13 + 24 + 44 എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ കോൺസെപ്റ്റ്. അപ്പൊ എന്താണ് 44ഉം 24ഉം കൂടി കൂട്ടിയാൽ 68ഉം 68ഉം 13ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 78, 3ഉം 81. ഓക്കെ, ഓപ്ഷൻ എ ആയിട്ടുള്ള 81. ഇത് കുറച്ച് ട്രിക്കറിയാണ്. ഇങ്ങനത്തെ ഒരു സീരീസ് ഞാനും അത്ര കൂടുതലായിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ വരാറില്ല. പക്ഷെ നമ്മൾ എന്താ പറയുക, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടി ഡീൽ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടാവരുത്. അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് മേ ബി എങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും റാങ്ക് നിർണ്ണയിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും ഇവിടെ ഡീൽ ചെയ്യണം. അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1ഉം 2ഉം 4ഉം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. ഇനി 2ഉം 4ഉം 7ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് 13 കിട്ടും. 4ഉം 7ഉം 13ഉം ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി 24 കിട്ടി. 7ഉം 13ഉം 24ഉം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 44 കിട്ടി. അപ്പൊ 13ഉം 24ഉം 44ഉം കൂടി ആഡ് ചെയ്തിട്ടുള്ള കിട്ടുന്ന സംഖ്യ ആയിരിക്കും നമ്മുടെ ആൻസർ. അതാണ് ഇത് 81, ഓപ്ഷൻ എ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.
കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിരുന്നു. നല്ല ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതാണ് ഇത്. ഇതൊരു ആൽഫബറ്റിക്കൽ സീരീസ് ആണ്. ഒരു ആൽഫബറ്റിക്കൽ സീരീസോട് കൂടിയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് നിർത്തുന്നത്. BHE RZ DGHTX FF KVV. നമുക്ക് സൗണ്ട് ക്ലിയർ ആവുന്നുണ്ട്. ഇവിടെ നല്ല മഴയാണ്, അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. സൗണ്ട് ക്ലിയർ ആണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് BHE RZ DGHTX FF KVV എന്ന് പറയുന്നതാണ് നമ്മുടേത്. അപ്പൊ നമുക്ക് നോക്കാം എന്ത് വന്നു. ആദ്യത്തെ എല്ലാ സീരീസിന് ഓരോ ഇതിന്റെയും പോർഷനത്തെയും ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ബിന്റെ വാല്യൂ എത്രയാണ് 2, ഡിന്റെ വാല്യൂ എത്രയാണ് 4, എഫിന്റെ വാല്യൂ എത്രയാണ് 6. അപ്പൊ എന്താണ് 2 കൂടി വരികയാണ്. അപ്പൊ അടുത്ത ലെറ്റർ എന്ത് വരും? 8 എന്ന് പറഞ്ഞാൽ ഏതിന്റെയാണ്? H. അപ്പൊ എന്താണ് ഓൾറെഡി ഓപ്ഷൻ ഡി നമുക്ക് ഇവിടെ നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ലെറ്റർ തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് നോക്കാം. അടുത്ത് വരുന്ന എന്താണ് സെക്കൻഡ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. H എന്ന് പറയുന്നത് എത്രയാണ്? 8. രണ്ടാമത്തേല് ജി എന്ന് പറഞ്ഞ എത്രയാണ്? 7. എഫ് എന്ന് പറയുന്നത് എത്രയാണ്? 6. അതായത് 1 കുറയാണ്. എല്ലാത്തുനിന്നും എന്താണ് 1 കുറയാണ്. അടുത്തത് 1 കുറഞ്ഞിട്ട് എന്ത് വരണം? 5 വരണം. 5 എന്ന് പറയുന്നത് എത്രയാണ്? ഇ എന്ന് പറയുന്ന ലെറ്റർ ആണ് ഇത് 5 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് നിന്നിട്ട് ഓപ്ഷൻ ബിയും എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താണ് സെക്കൻഡ് ലെറ്റർ ഇ വരുന്ന ആകെ എ സി എന്ന് പറയുന്ന ഓപ്ഷൻസേ ഉള്ളൂ. പിന്നെ അതില് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കി നോക്കൂ. ഈ 2 ഓപ്ഷൻ ഇപ്പൊ നമുക്ക് ഈ ഓപ്ഷനും ഇല്ല, ഈ ഓപ്ഷനും ഇല്ല. ആകെയുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ എ ഓപ്ഷനോ അല്ലെങ്കിൽ സി ഓപ്ഷനോ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതിൽ വ്യത്യാസം വരുന്നത് ഏത് ലെറ്ററിനാണെന്ന് മാത്രം നോക്കുക. അപ്പൊ ഇതിൽ ആദ്യത്തെ HEN ഇവിടെയുണ്ട്, HEN ഇവിടെയുണ്ട്. ലാസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ടി ഇവിടെയുണ്ട്, ടി ഇവിടെയുണ്ട്. അപ്പൊ ഇതിനൊന്നും ഒരു വ്യത്യാസം വരില്ല. ആകെപ്പാടെ വ്യത്യാസം വരാനുണ്ട് എന്ന് പറയുന്നത് ഏതിനാണ്? ഈ എക്സിനും ഇവിടുത്തെ ഡബ്ല്യുവിനാണ്. അതായത് ഫോർത്ത് ലെറ്ററിനാണ് ഇനി വ്യത്യാസം വരുന്നുള്ളൂ. നമുക്ക് എല്ലാ ലെറ്ററിനും ഇത് നോക്കാം. പക്ഷെ ഫോർത്ത് ലെറ്ററിന്റെ ഇത് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ആൻസർ കിട്ടും. നമുക്ക് ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അപ്പൊ ഫോർത്ത് ലെറ്ററിന്റെ ഇതാണ് എന്താണ് ഫോർത്ത് ലെറ്റർ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. അപ്പൊ നമ്മൾ ഫോർത്ത് ലെറ്റർ എടുക്കുകയാണ്. ഓരോന്നത്തെയും 6, 18 വന്നു. ടി എന്ന് പറയുന്നത് എന്താണ്? 20 വന്നു. വി എന്ന് പറയുന്നത് എന്താണ്? 22 എന്ന് വന്നു. സോറി, ഇത് 20 ആണ്. 18, 20, 22. അപ്പൊ എന്താണ്? 2 കൂടി പോവാണ്. അപ്പൊ അടുത്ത ലെറ്റർ എന്താണ്? 24. 24 എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ് നമുക്കറിയാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ സി ആണെന്ന് കിട്ടി. അപ്പൊ നമ്മള് തേർഡ് ലെറ്റർ ചെക്ക് ചെയ്യായിരുന്നു എന്ന് വിചാരിക്കും. തേർഡ് ലെറ്റർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിലും എന്താണ്? സെയിം ആണ് വരിക. ഈ എന്ത് വരും? എച്ച് ആയി. അതായത് 5 8 ആയി. 8 എന്തായി? 11 ആയി. അതായത് +3 എന്ന് വെച്ചിട്ട് കൂടി പോവാണ്. അടുത്ത എന്താണ്? 14 ആണ് വരേണ്ടത്. അതെന്താണ്? N ആണ്. പക്ഷെ ആ N കിട്ടിയുകൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ കഴിയുമോ? ആൻസറിലേക്ക് എത്താൻ കഴിയില്ല. കാരണം നമ്മുടെ ഈ 2 ഓപ്ഷൻസ് നമ്മൾ എലിമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഈ 2 ഓപ്ഷൻസേ ഉള്ളൂ. അതിലെന്താണ്? N 2 കോമൺ ആണ്. അല്ലെ? ആദ്യത്തെ 3 ലെറ്റേഴ്സും എന്താണ്? 2 കോമൺ ആണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് കാര്യമില്ല. ഫോർത്ത് ലെറ്റർ കണ്ടുപിടിച്ചാലാണ് നമുക്ക് അതിന് ആൻസർ വരിക. അപ്പൊ ഫോർത്ത് ലെറ്റർ നമ്മൾ പറഞ്ഞു 6, 18 ആണ്. ടി എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. വി എന്ന് പറയുന്നത് എത്രയാണ്? 22 ആണ്. അപ്പൊ എന്താണ്? അടുത്ത 24 ആണ് വരേണ്ടത്. 24 എന്ന് പറയുന്നത് എക്സ് ആണ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ആൻസർ ഒറ്റയടിക്ക് എന്താണ്? ഇതിലേക്ക് എത്താം. ഇതെല്ലാം ആൻസർ മനസ്സിലാവും. ഇനി ലാസ്റ്റത്തെ ലെറ്ററിന്റെയും കൂടി ഒരു റിലേഷൻ എങ്ങനെയാന്ന് നോക്കാം. സെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 26 ആണ്. അടുത്ത എന്താണ്? എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. വി എന്ന് പറയുന്നത് എത്രയാണ്? 22 ആണ്. അതായത് എന്താണ്? 2 കുറഞ്ഞു വരികയാണ്. അപ്പൊ 22 2 കുറഞ്ഞ അടുത്ത എന്താണ്? 20 വരണം. ആ 20 എന്ന് പറയുന്ന ലെറ്റർ ഏതാണ്? ടി ആണ്. ഈ ജോ ടി എന്ന് പറഞ്ഞ കോഡ് ഓർമ്മ ഉണ്ടാവും ഇരിക്കണം. അപ്പൊ ടി എന്ന് പറയുന്നത് എന്താണ്? 20 ആണ് ലെറ്റർ. അപ്പൊ നമുക്ക് ആൻസർ ഇത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? HENXT എന്ന് വരും ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് 16 ക്വസ്റ്റ്യൻസും ഇന്നത്തെ സെക്ഷനിൽ ഉണ്ടായിരുന്ന 16 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒരു വട്ടം കൂടി ചെയ്ത് നോക്കുക. നിങ്ങളുടെ കോൺസെപ്റ്റ് എങ്ങനെയുണ്ട് എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പൊ എന്തായാലും എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി അറ്റൻഡ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്മൾ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇതോടുകൂടി നമ്മുടെ ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സീരീസ് എന്ന് പറയുന്നത് തീർന്നിട്ടുണ്ട്. അടുത്തത് വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് ആയിട്ട് നമ്മൾ വരും. അപ്പോൾ അതുവരെ ഓക്കെ, താങ്ക് യു.